السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتلك الأمثال نضربها للناس وما يعقلها إلا العالمون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്ത് ചെയ്യണം. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أستغفر الله من قول بلا عمل لقد نسبت به نسلا لذي عقم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ പണ്ഡിതന്മാർ, സയ്യിദന്മാർ, മാന്യ രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അൽഹംദുലില്ലാഹ് ഒരു 25 വർഷം ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങളോടുകൂടി ഇൽമുമായി ജോലിയാകാൻ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ലുഖ്മാനുൽ ഹക്കീം സഖാഫി അവർക്ക് അല്ലാഹു തആല തൗഫീഖ് ചെയ്തു. അർഹമുർ റഹീമിനായ റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെയും നമ്മളെല്ലാവരുടെയും എല്ലാ ഇൽമിന്റെ പ്രചരണങ്ങളും ദീനിന്റെ സംരംഭങ്ങളും ഇവിടെ ഈ മഹല്ലിൽ 40-ലധികം വർഷമായി നടന്ന ഇൽമിന്റെ ഖിദ്മത്തുകളും എല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇനിയും ധാരാളം ആരോഗ്യത്തോടുകൂടി അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ഇൽമിന്റെ പ്രചരണത്തിന് നമുക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും നമ്മുടെ ഗുരുവര്യന്മാർക്കും നമ്മുടെ നേതാക്കൾക്കും നമ്മുടെ സഹകാരികൾക്കുമെല്ലാം അർഹമുർ റഹീമിനായ റബ്ബ് കൂടുതൽ കൂടുതൽ നല്ല കാര്യത്തിന് തൗഫീഖ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഞാൻ നീണ്ട ഒരു വഅദ് പറഞ്ഞ് നിങ്ങളെ
കുഴക്കുന്നില്ല, ഞാൻ കുഴങ്ങുന്നുമില്ല. കാരണം വഅദ് തീർക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് വളരെ നേരത്തെ മുതലിരിക്കുന്ന ഒരേ ഇരുത്തം ആളുകളൊക്കെ ക്ഷീണിച്ചിരിക്കും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഅദ് പറയുമ്പോ സഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ ഇൽമ് എന്ന് പറഞ്ഞ് പ്രത്യേകം ഒരു ഭാഗമുണ്ട്. ഇൽമ് എന്നെ സംബന്ധിച്ച് തന്നെ ഉള്ള ധാരാളം വിഷയങ്ങൾ പറയുന്ന ബാബുകൾ കൊടുത്തുകൊണ്ട് അതിൽ നമുക്ക് കാണാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമ് പറഞ്ഞ് മടുപ്പിക്കാറില്ല. മടുപ്പ് വരാത്ത രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമ് പറയാറുള്ളത്. അതേ സമയത്ത് ആവശ്യത്തിന് പറയേണ്ട കാര്യങ്ങൾ ചിലത് വളരെ പെട്ടെന്ന് പറയും, ചിലത് അല്പം താമസിച്ചിട്ട് പറയും, ചിലത് പറയും, ചിലത് പറയൂല. പറയുമ്പോ തെറ്റിദ്ധരിക്കണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമു മൂടി വെച്ചതാണെന്ന് തെറ്റിദ്ധരിക്കണ്ട എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് ഇൽമു എന്ന് പറയുന്നത് അത് വാസ്തവത്തിൽ ഭക്ഷണവും മരുന്നുമാണ്. ആത്മാവിന് നൽകുന്ന ഭക്ഷണവും മരുന്നുമാണ് അറിവ്. ഭക്ഷണം എപ്പോഴും ആവശ്യമാണ്, എല്ലാവർക്കും ആവശ്യമാണ്. മരുന്ന് എല്ലാവർക്കും ആവശ്യമില്ല, എപ്പോഴും ആവശ്യമില്ല, ആവശ്യത്തിനനുസരിച്ച് നൽകേണ്ടതാണ്. അപ്പൊ ഭക്ഷണം പോലെയുള്ള ചിലതുണ്ട്, അത് എല്ലാവർക്കും ഒരുപോലെ വിതരണം ചെയ്യണം. ഇൽമു ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോ അതിലാരെയും മാറ്റി നിർത്താൻ പറ്റില്ല. ഉദാഹരണത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, അതാണ് ഏറ്റവും വലിയ ഇൽമ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുതഅല്ലിമീങ്ങൾക്കറിയാം ഫഅലം എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം ഇൽമണം എന്നാണ്. ഇൽമണം എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കണം. ഇൽമു എന്ന് പറഞ്ഞാൽ അൽ ഇഅ്തിഖാദുൽ ജാസിമുൽ മുതാബിഖു ലിൽ വാഖി, ശരിക്കും മനസ്സിൽ ഉറപ്പിച്ച് മനസ്സിലാക്കി പ്രഖ്യാപിക്കണം. അതാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ഉറപ്പിക്കേണ്ട സംഗതിയാണ്. എന്നാൽ ചിലത് അങ്ങനെ വേണമെന്നില്ല, വന്നണം എന്ന് പറയുന്ന ചില സംഗതി. അതാണ് ഫത്ഹുൽ മൗലൂദി മുതഅല്ലിമീങ്ങൾക്കറിയാം വന്നുൽ മുക്കല്ലഫ് എന്നാണ് ഫിഖഹിന്റെ ബാബിൽ പറയാം. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ജനാബത്തിന് വേണ്ടി കുളിക്കുകയാണ്. കുളിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ വെള്ളം എടുത്തിട്ട് പുറത്തേക്ക് ഒഴിച്ച്, അപ്പൊ വെള്ളെല്ലടി എത്തിയിട്ടുണ്ടാവും. എന്നല്ലാതെ ഇപ്പം വെള്ളമായിട്ട് ആയിട്ടുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, വേറൊരാളോട് പറയാ പുറത്തെല്ലാം വെള്ളമായിട്ടുണ്ടോ എന്ന് നോക്കണമെന്ന് പറയാം. അങ്ങനെ വിശ്വാസാക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മൾ ശൗചം ചെയ്യുന്ന സമയത്ത് കൈകൊണ്ട് നമ്മൾ കഴുകി, അങ്ങനെ കഴുകിക്കഴിഞ്ഞതിന് ശേഷം അങ്ങനെ നല്ല ഉര കിട്ടി, അപ്പൊ അവിടെ ശുദ്ധിയായി എന്ന് മനസ്സിലായി. അങ്ങനെ നമുക്ക് ബോധ്യപ്പെട്ടു. ഇനിയിപ്പോ അവിടെ ആ മലത്തിന്റെ മണം പോയിട്ടുണ്ടോ ഇല്ലേ, വൃത്തിയായിട്ടുണ്ടോ ഇല്ലേ നോക്കാൻ വേണ്ടി കയ്യിന്റെ വിരൽ പിടിച്ച് മണം തൂക്കേണ്ട ആവശ്യമില്ല. അപ്പോ ചില സംഗതികൾ അങ്ങനെ ഒരു ബോധ്യം ഉണ്ടായാൽ മതി, 100% ഉറപ്പ് കിട്ടണമെന്നില്ല. അപ്പൊ ഒരാളിപ്പോ ഉദാഹരണം പറയാം. ഇപ്പൊ ഇവിടെ ഞാനിങ്ങനെ വരുമ്പോ ഉദാഹരണമാണ്, ഒരാൾ കണ്ട അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം, ഞാനുള്ള തന്നെ പറയാം. ഞാൻ ഇപ്പൊ ഒരു സ്ഥലത്ത് മഗ്‌രിബിന് ഒരു പുര ഉദ്ഘാടനത്തിന് പോയി. അപ്പോ അസറിന്റെ ശേഷം ഒരു നിക്കാഹ് കഴിഞ്ഞ് മഗ്‌രിബിന് ഒരു വീട് ഉദ്ഘാടനത്തിന് പോയി. അപ്പൊ ആ വീട് ഉദ്ഘാടനത്തിന് വേണ്ടി ഡോറ് തുറക്കാൻ നോക്കുമ്പോ അടുത്തുള്ള ആള് പറഞ്ഞു ഇത് തങ്ങളാണ്. ഞാൻ വേഗം താക്കോല് മുപ്പരെ കൊടുത്തു, തങ്ങൾ തുറക്കട്ടെ എന്നിട്ട് മുപ്പരെ കൊണ്ട് തുറപ്പിച്ച്. സുബ്ഹാനല്ലാഹ്, ഒറ്റ ഒരാൾ പറഞ്ഞതാ തങ്ങളാണ്. എനിക്ക് ആ തങ്ങളെ പരമ്പര അറിഞ്ഞൂടാ, ആ തങ്ങളെ ഉപ്പാപ്പാനെ അറിയില്ല, ആ തങ്ങളുടെ നെസബയെ അറിയില്ല, ആ തങ്ങളുടെ പരമ്പരയൊന്നും എനിക്കറിയില്ല. ഒരാൾ പറഞ്ഞു തങ്ങളാണ്, ഞാനത് വിശ്വസിച്ചു. ഞാൻ വേഗം താക്കോൽ എടുത്ത് തങ്ങൾ തുറക്കി, മുപ്പരെ കൊണ്ട് തുറപ്പിച്ചു. അങ്ങനെയാ വേണ്ടത്.
അവിടെ പിന്നെ തങ്ങളാ എന്താ അതിന് ഉറപ്പുണ്ടോ, അതിനെന്താ ഉപ്പാന്റെ പേരെന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽക്ക് ഇതുവരെയുള്ള പരമ്പര ഏതാ എന്നൊന്നും ചോദിക്കണ്ട, അങ്ങനെയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തങ്ങളാന്ന് പറഞ്ഞാൽ ബഹുമാനിക്കും. ഇനി തങ്ങളാന്ന് പറഞ്ഞ് ബഹുമാനിച്ച് ഞാൻ തന്നെ ഒരാളെ തങ്ങളാന്ന് പറഞ്ഞ് ബഹുമാനിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മകൻ വന്നിട്ട് പറഞ്ഞു എന്റെ ഉപ്പാന്റെ പേര് ഇബ്രാഹിം മുസ്ലിയാർ എന്നാണ്, അയാൾ തങ്ങളല്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠാഞ്ചന്മാരും പറഞ്ഞു ഞങ്ങളെ വാപ്പയും തങ്ങളല്ല, ഞങ്ങള് കുടുംബവും തങ്ങളല്ല, അയാൾ തങ്ങളല്ല. പക്ഷെ ഇയാളാണെങ്കിലോ സുബ്ഹാനല്ലാഹ്, ഞാൻ വയതും കഴിഞ്ഞ് 2 മണിക്ക് ചെല്ലുമ്പോ ഇയാൾ ഖുർആനൊന്നുണ്ടാവും. എപ്പോഴും ഇബാദത്തിലല്ലാതെ ഞാനൊട്ട് അയാളെ കണ്ടിട്ടില്ല. പക്ഷെ ഇയാളാണെങ്കിലും എന്നോട് തങ്ങളാന്ന് പറയുകയും ചെയ്തു. എന്നോട് മാത്രം എല്ലാവരും തങ്ങളാണ്. ഞാൻ അവസാനം മൂപ്പരോട് എന്നെ വിളിച്ച് സംശയം തീർക്കാൻ വേണ്ടി ചോദിച്ചു നിങ്ങൾ ഏത് പരമ്പര. അപ്പൊ എന്നോട് ഞാൻ ഈ കടലുണ്ടിയിലുള്ള തങ്ങന്മാരെ പരമ്പര. മകനും പറയുന്നു, ജ്യേഷ്ഠനും അഞ്ചനും എല്ലാവരും പറയും തങ്ങളൊന്നല്ല ഇബ്രാഹിം മുസ്ലിയാരാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ ഞാൻ മൂപ്പരെ തങ്ങളാന്ന് പറയില്ല, കാരണം കുറെ ആള് ഇങ്ങനെ പറഞ്ഞല്ലോ തങ്ങളല്ല. ലോകം ഇപ്പൊ അങ്ങനെയാണല്ലോ, ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു ലോകാണ്, കൺഫ്യൂഷൻ ആക്കുന്ന ലോകാണ്. അപ്പൊ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞത് നമ്മളൊരു തങ്ങളാന്ന് പറഞ്ഞാൽ ബഹുമാനിക്കും, തങ്ങളെല്ലാം തിരിഞ്ഞാൽ പിന്നെ തങ്ങളല്ലാന്ന് മനസ്സിലാക്കും. ബഹുമാനിക്കാതിരിക്കുന്നു നിന്ദിക്കുന്നൊന്നുമില്ല, നമ്മൾ തങ്ങളല്ലാന്ന് മനസ്സിലാക്കും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എല്ലാറ്റിനും ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലത്തെ ഉറപ്പ് വേണമെന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഇൽമണം, ഓർക്കണം, പൂർണ്ണമായ വിശ്വാസം വേണം. കാരണം ഈമാൻ എന്ന് പറഞ്ഞാൽ തസ്ദീഖു ബിമാ ഉലിമ മജീഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദ്ദറൂറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആശയങ്ങൾ, അത് അനിഷേധ്യമായി അറിയപ്പെട്ടതൊക്കെ ഉറപ്പിച്ച് വിശ്വസിച്ച് അംഗീകരിക്കുന്നതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ ഈമാന്റെ കാര്യങ്ങളൊക്കെ നല്ല ഉറപ്പ് നമുക്കുണ്ടാവണം. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം, അതിലൊക്കെ നല്ല ഉറപ്പ് വേണം. അതിൽ നമ്മൾ പതറിപ്പോകാൻ പാടില്ല. ഇപ്പൊ മുതഅല്ലിമീങ്ങൾക്കൊക്കെ അറിയാം, ശറഹുൽ അഖായിദ് എന്നൊരു കിതാബുണ്ട്. അത് നമ്മളെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം പറയുന്ന വളരെ മഹത്വമേറിയ കിതാബാണ്. സൈദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബാണ്. വലിയ മഹത്വമുള്ള നമ്മളെ കോളേജുകളിലൊക്കെ ഓതുന്ന സിറാജുൽ ഹുദയിലും മർക്കസിലും അതുപോലെ ഇവിടെയും ചിലപ്പോൾ ദർസിൽ ഓതാറുണ്ടാവും. അങ്ങനെ പല ദർസുകളിലും ഞാൻ പുല്ലുക്കര ജമാഅത്ത് പള്ളിയിലാണ് ഓതുന്നത്. അങ്ങനെ ഓതുന്ന ഒരു പ്രധാനപ്പെട്ട കിതാബാണ് സൈദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹുവിന്റെ ശറഹുൽ അഖായിദ്. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ ജൂനിയർ കോളേജിലെ കുട്ടികൾക്ക് മീസാന് തുടങ്ങി കൊടുത്തിരുന്നു. അപ്പോ ഈ നഹ്വും സർഫുല്ലോന്നും ചെറിയ മുതഅല്ലിമീങ്ങൾ നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് അധ്വാനിക്കണം. എല്ലാ കുട്ടികളും ഒരുപോലെ ആവില്ല. ചില കുട്ടികൾക്ക് ഒറ്റ പ്രാവശ്യം ക്ലാസ് കേട്ടാൽ തന്നെ എല്ലാം മനസ്സിലാവും. ചില കുട്ടികൾക്ക് എത്രയോ പ്രാവശ്യം പഠിച്ചാലും തലയിൽ കയറില്ല. എല്ലാവരും ഒരുപോലെ ആവില്ല. പക്ഷെ സൈദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ പറയുന്നുണ്ട്, മാനവർക്ക് പഠിച്ചാൽ എത്ര പഠിച്ചാലും തലയിൽ കയറില്ല. അങ്ങനത്തെ ഒരാളായിരുന്നു, ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ പക്ഷേ മഹാനവറുകളെ പതിവ് ഒരു സമയവും വെറുതെ പോക്കൂല, എല്ലാ സമയത്തും ഇരുന്ന് ഇങ്ങനെ പഠിക്കും. അങ്ങനല്ലേ ഒരു പാറക്കല്ല്, ആ പാറക്കല്ല് ചില പാറക്കല്ല് ഒറ്റ മുട്ടിനങ്ങ് പൊട്ടിപ്പോകും. അങ്ങനെ പൊട്ടാത്ത പാറക്കല്ലാണെങ്കിൽ എന്താ വേണ്ടത്? കൂടുതൽ മുട്ട് തന്നെ, മുട്ടിയന്റെ മേലെ മുട്ട് തന്നെ കൊറേ മുട്ടും അങ്ങ് പൊട്ടു. അങ്ങനല്ലേ? അതുപോലെ പഠിക്കുന്ന കുട്ടികൾ, അവർക്ക് പഠിച്ചിട്ട് തലേ കയറുന്നില്ല വെച്ച് ഒഴിഞ്ഞു പോരുത്. നമ്മൾ ആ പാറ പൊട്ടിച്ചിട്ടേ ഇറങ്ങാവും. പഠിക്കന്നെ ആവർത്തിച്ച് പഠിക്കന്നെ, അതാണ് അതിന് ചികിത്സ. സൈദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹുവിന് ഒന്നും മനസ്സിലാവില്ല. പക്ഷേ ആദ്യകാലത്താണ്, കുട്ടിക്കാലത്ത്. അപ്പൊ മൂപ്പരെന്ത് ചെയ്തു? നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. എവിടെയും പോവില്ല. വൈകുന്നേരം ചില കുട്ടികളൊക്കെ നടക്കാൻ പോകും, മൂപ്പരവും പോവില്ല. അന്നേരം എല്ലാം പഠിക്കല്ലേ, നാസറിന്റേസ് ഒക്കെ പഠിക്കല്ലേ. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഒരാൾ വിളിക്കുന്നുണ്ട്. അപ്പൊ മൂപ്പര് എന്ത് പറഞ്ഞു? എന്തിനാ വിളിക്കുന്നത്? നടക്കാൻ വേണ്ടി, വൈകുന്നേരം ഇങ്ങനെ ഒന്ന് നടക്കാൻ വേണ്ടി വിളിക്കുന്നു. മൂപ്പര് പറഞ്ഞു, ഞാൻ അല്ലെങ്കിൽ തന്നെ പഠിച്ചിട്ട് മനസ്സിലാകാൻ തലേ കയറുന്നില്ല, പിന്നെ ഞാൻ നടക്കാൻ പോകാം, ഞാനൊരു സ്ഥലത്തും വരുന്നില്ല, ഞാൻ പഠിക്കാണ്. അയാൾ മടങ്ങിപ്പോയി. പിന്നെയും വന്ന് അയാൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വന്ന് വിളിച്ച്, വരി, നിങ്ങൾ നടക്കാൻ വരും. പറഞ്ഞു, എനിക്ക് ഇല്ലില്ല, ഞാൻ വരുന്നില്ല, ഞാൻ പഠിക്കാൻ. അയാൾ മടങ്ങിപ്പോയി. മൂന്നാമത് വന്നിട്ട് പറഞ്ഞു, സൈദേ യദൂക റസൂലുള്ളാഹി, ഇന്ന് റസൂലുള്ള വിളിക്കുന്നുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു ചെറിയ മുതഅല്ലിമ, വലിയ അദബുള്ള മുതഅല്ലിമ, ബഹുമാനപ്പെട്ട ഒരു പിന്നൊന്നും നോക്കിയിട്ടില്ല, ചെരുപ്പും കൂടി ഇട്ടിട്ടില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നത് തന്നെ ഓടിക്കതച്ച് അങ്ങോട്ട് ചെന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ സമീപത്തേക്ക് അതബോടെ ഗുരുത്തത്തോടെ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ സമീപത്തേക്ക് അതബോടെ ഗുരുത്തത്തോടെ ചെന്നപ്പോൾ അവിടുന്ന് ചോദിച്ചു, എന്റെ സയ്യിദേ, നിന്നെ ഞാൻ 3 പ്രാവശ്യം ആളയച്ചിട്ട് വിളിക്കാനയച്ചിട്ട് 2 പ്രാവശ്യവും വന്നില്ലല്ലോ, 3-ാം തവണയാണല്ലോ വന്നത്. അപ്പൊ പറഞ്ഞു, ഓ നബിയേ, തങ്ങൾ എന്നെ വിളിക്കാൻ പറഞ്ഞയച്ച വിവരം വന്നാട് പറഞ്ഞിട്ടില്ല നബിയേ, എന്നെ നടക്കാൻ വിളിക്കുന്നു എന്നാ പറഞ്ഞത്. അതേ സമയത്ത് ഞാൻ ഇൽമു പഠിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല, തലയിൽ കേറുന്നില്ല. അതുകൊണ്ട് ഞാൻ 1 മിനിറ്റും നഷ്ടപ്പെടുത്താതെ എനിക്ക് ദീനിന്റെ ഇൽമു കിട്ടണം. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, ഇൽമു എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സ്വത്താണ്. നമ്മളെ പറമ്പും ബിൽഡിങ്ങും പൊന്നും പണവും കൃഷിയുമൊക്കെ ഇവിടെ ഏത് ഫിറഔനും കിട്ടുന്ന സ്വത്താണ്, ഏത് തോന്നിവാസിക്കും കിട്ടുന്ന സ്വത്താണ്. ചിലപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാമിനും കിട്ടിയിട്ടുള്ള സ്വത്താണ്. അതുകൊണ്ട് സ്വത്തുള്ളവരൊക്കെ മോശക്കാരാണെന്ന് വിധിക്കണ്ട, സ്വത്തുള്ളവരൊക്കെ നല്ലവരാണെന്നും വിധിക്കണ്ട. അത് പടച്ചവനാർക്കും കൊടുക്കാൻ സാധ്യതയുള്ളതാണ് ഭൗതികമായ സ്വത്ത്. അതേ സമയത്ത് ഇൽമു അങ്ങനെയല്ല. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അല്ലാഹു തആല ഖൈർ ഉദ്ദേശിച്ചവർക്ക് കൊടുക്കുന്ന സമ്മാനമാണ് ശരിയായ ഇൽമു. ഓ സുഹൃത്തുക്കളെ, അങ്ങനെയുള്ള ഇൽമു അത് അല്ലാഹുവിന്റെ റസൂല് ഇവിടെ വിതരണം ചെയ്ത സമ്പത്താണ്. അത് കിട്ടാനുള്ള ഉത്കടമായ ആഗ്രഹത്തോട് ഞാൻ പഠനത്തിൽ മുഴുകിയപ്പോഴാണ് എന്നെ വിളിച്ചത് നബിയെ. ആ സമയത്തൊന്നും തങ്ങൾ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഇൽമു മനസ്സിലാകാത്ത വിഷമം കൊണ്ട് പഠനത്തിൽ തന്നെ മുഴുകിയ സമയത്താണ്. അതേ 3ാമത് വന്നപ്പോഴാണ് തങ്ങൾ വിളിക്കുന്ന വിവരം പറഞ്ഞത്. പിന്നെ ഞാൻ 1 മിനിറ്റും നിന്നിട്ടില്ല നബിയേ, തങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ എന്റെ ചെരിപ്പ് പോലും നോക്കാതെ അവിടുത്തെ മുന്നിലേക്ക് ഓടി വന്നതാണ് നബിയേ. സഅദ് റളിയല്ലാഹു അൻഹു മുതഅല്ലിമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് വായൊന്നു തുറക്കാൻ പറഞ്ഞു. അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമിനീര് ഒരൽപ്പം വായിലേക്ക് തുപ്പിക്കൊടുത്തു. വേദം വീളമ്പി പറവാൻ മടിച്ചാരെ വേദാംബർ അവർ വായിൽ തുപ്പിക്കൊടുത്തോവർ എന്ന് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് മുഹീദ്ദീൻ മാലയിൽ നിങ്ങൾ പാടിയിട്ടില്ലേ? സഅദ് റളിയല്ലാഹു അൻഹു ആകുന്ന മുതഅല്ലിമിന്റെ വായിൽ അവിടുത്തെ ഉമിനീരൽപ്പം അങ്ങ് തുപ്പിക്കൊടുത്തു. അത് സാധാരണ ഉമിനീരല്ല, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. എല്ലാ മരുന്നുകളെയും മറികടക്കുന്ന മരുന്നാണ്. വല്ലാത്ത ബറക്കത്തുള്ളതാണ്. ആ ഉമിനീര് തുപ്പിക്കൊടുത്തു. സഅദേ, നീ പോയി ദർസ് നടത്തിക്കോ. സഅദ് റളിയല്ലാഹു അൻഹുവിന് പൊരുത്തം കൊടുത്ത് പറഞ്ഞേച്ചു. സുഹൃത്തുക്കളെ, ഒന്നും തിരിയാത്ത മുതഅല്ലിമായിരുന്ന സഅദ് റളിയല്ലാഹു അൻഹു പിറ്റേ ദിവസം ഉസ്താദ് ശൈഖ് ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ വന്നപ്പോ ഉസ്താദിനോട് ചില സംശയങ്ങൾ ചോദിക്കുകയാണ്. ദർസിലുള്ള സംശയം കേട്ടപ്പോ ഉസ്താദിന് തോന്നുന്നു ഇത് സാധാരണ സഅദല്ല,
ഇന്നലെ വരെ കണ്ട മുതഅല്ലിമല്ല. ഇത്ര ഗൗരവമുള്ള സംശയങ്ങൾ ചോദിക്കാൻ ഇന്നലെ വരെയുള്ള സഅദിന് സാധ്യമല്ല. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ സംശയങ്ങൾ കേട്ടപ്പോ ഉസ്താദ് അവറുകൾ പറഞ്ഞു, മോനെ നീ ഇവിടുന്ന് അങ്ങോട്ട് ദർസ് നടത്തിക്കോ. ആ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ധാരാളം പ്രഗൽഭമായ ഗ്രന്ഥങ്ങളുണ്ട്. അതിലൊരു ഗ്രന്ഥമാണ് ശറഹുൽ അഖായിദ് കേട്ടോ. എല്ലാവരും എഴുന്നേറ്റ് ഒരു തസ്ബീഹ് ചൊല്ലണം. എല്ലാവരും വാടിപ്പോയിരിക്കുന്നു, നല്ല ചൂടാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. കാലുകൊണ്ട് വയ്യാത്തവരും വയസ്സുള്ളവരും രോഗമുള്ളവരൊന്നും നിൽക്കണ്ട കേട്ടോ. ഞാൻ എല്ലാവരും എന്ന് പറഞ്ഞാൽ അത്രയും അതിന്റെ അർത്ഥമുള്ളൂ. കുല്ല സഫീനത്തിന്റെ ഒസ്ബ എന്ന് പറഞ്ഞ മാതിരിയാ. എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും അർത്ഥം ഉണ്ടാവില്ല. ഇരിക്കട്ടെ, എല്ലാവരും ഇരുന്നോളി. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പിന്നീട് വലിയ ആലിമാണ്, വലിയ മുഹഖിഖാണ്, വലിയ ഇമാമാണ്. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, അതാ മറ്റൊന്നിനും സമയം പോക്കാതെ ഇപ്പം വല്ലാത്തൊരു ആഖിർ സമാനാണ്. ഏകദേശം മുതഅല്ലിമീങ്ങളെ കയ്യിലും മൊബൈൽ ഫോണാണ്. ആ മൊബൈൽ ഫോൺ മുഴുവനും അതാ ക്യാമറക്കാരന്റെ പണിയാണ്, ഫോട്ടോ എടുക്കേണ്ട പണിയാണ്. അതുപോലെ തന്നെ ക്ലിപ്പിംഗ് നോക്കലാണ്, അതുപോലെ തന്നെ വാട്സപ്പാണ്, മറ്റുള്ള സംഗതികളാണ്. ഇൽമു പഠിക്കാൻ നേരമില്ല. പല മുതഅല്ലിമീങ്ങളെയും അവസ്ഥ എങ്ങനെയാണ്? ഇവിടെയുള്ള മുതഅല്ലിമീങ്ങളൊന്നും അങ്ങനെ ആയിരിക്കൂല എന്ന് ഞാൻ മനസ്സിലാക്കാണ്. സുബ്ഹാനല്ലാഹ്, മുതഅല്ലിമീങ്ങളോട് നിങ്ങൾ അങ്ങനത്തെ ഫോൺ ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ഉസ്താദ് കാണാതെ ഉപയോഗിക്കുന്ന പദ്ധതികളാണ്. അത് മുനാഫിക്കിന്റെ ഏർപ്പാടല്ലേ? അള്ളാഹുവിന്റെ റസൂല് കാണാതെ അറിയാതെ എന്തെങ്കിലും ചെയ്ത പ്രവർത്തനം ചെയ്ത ആളുകളല്ലേ മുനാഫിക്കീങ്ങൾ. ഉസ്താദുമാരെ ചതിക്കുന്ന മുതഅല്ലിമീങ്ങളാകരുത്. അത് വല്ലാത്ത അദബുകേടാണ് കേട്ടോ. ഇപ്പൊ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത പൊരുത്തം കിട്ടിയതാണ്. അങ്ങനെ പൊരുത്തം കിട്ടുക എന്നൊരു പരിപാടിയുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ ഖബർ ത്വായിഫിലാണ്. വലിയ പള്ളി, വലിയ ലൈബ്രറി, അവിടെ നല്ല ചുറ്റുമതിലിന്റെ ഉള്ളിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുണ്ടല്ലോ ത്വായിഫിൽ. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആരാ സുഹൃത്തുക്കളെ? ഖുർആൻ വ്യാഖ്യാതാക്കളെ നേതാവാ. എന്തേ ഇങ്ങനെ നേതാവാകാൻ കാരണം? സഹാബികളെ കൂട്ടത്തിലെ ചെറിയ കുട്ടിയാ, സഹാബികളെ കൂട്ടത്തിലെ ചെറിയ കുട്ടിയാ. പക്ഷേ ഖുർആൻ വ്യാഖ്യാതാക്കളെ നേതാവാ. ചെറിയ കുട്ടിയായി മുതഅല്ലിമായിരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിസർജനം കഴിഞ്ഞ് ശുചീകരണത്തിന് വേണ്ടി വരുന്ന സമയത്ത് വെള്ളം കൊണ്ട് കൊടുത്തതാ. ആ വെള്ളം കൊണ്ടുവച്ചത് ആരാന്ന് ചോദിച്ചപ്പോ അത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ആണെന്ന് മറുപടി കിട്ടിയപ്പോ ഒരൊറ്റ ദുആ, അതായി പൊരുത്തം കിട്ടല്. ഒരൊറ്റ ദുആ, പടച്ചവനെ നീ ഖുർആൻ മനസ്സിലാക്കി കൊടുക്കണേ ഈ കുട്ടിക്ക്. അതുകൊണ്ട് ആ ഖുർആൻ വ്യാഖ്യാതാക്കളെ നേതാവ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയത് വെറുതെയല്ല, പൊരുത്തം കിട്ടിയതാ. ആ ഹബീബായ നബി തങ്ങൾ വഫാത്തിന്റെ മുമ്പും ശേഷവും എല്ലാ സമയത്തും കർമ്മരംഗത്താണ് മുഅ്മിനീങ്ങളെ. അവിടുന്ന് വഫാത്തായി പോയത് കൊണ്ട് സമൂഹത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ആളല്ല. ഭൗതികമായി മറ്റൊരു ലോകത്തേക്ക് നീങ്ങിയെങ്കിലും അവിടുന്ന് ഇപ്പോഴും ഉമ്മത്തിനെ കാണുന്നു, ഉമ്മത്തിന്റെ വിഷയത്തിൽ ബന്ധപ്പെടുന്നു. നമ്മൾ സലാം പറയുന്നില്ലേ? എല്ലാവരും എഴുന്നേറ്റ് സലാം പറയണം. യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും. മദീനയിലുള്ള ഹബീബായ നബി തങ്ങൾക്ക് സലാം പറഞ്ഞാൽ അവിടുന്ന് പറഞ്ഞില്ലേ,
നിങ്ങളെ സലാം ഞാൻ മടക്കും. അതിനുള്ള സംവിധാനം എനിക്കെന്റെ റൂഹിനെ മടക്കി എന്റെ റബ്ബ് ചെയ്തു തന്നിട്ടുണ്ടാകും. അങ്ങനെ അതാ ഉമ്മത്തിന്റെ സലാം മടക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു മിനിറ്റ് നഷ്ടപ്പെടുത്താതെ ഇൽമു പഠിക്കുന്ന മുതഅല്ലിമായ സഅദ് റളിയല്ലാഹു അൻഹുവിന് പൊരുത്തം കൊടുക്കാൻ വിളിച്ചതാണ് മുതഅല്ലിമീങ്ങളെ. അങ്ങനെ കൊടുത്ത പൊരുത്തമാണ്. അതിന്റെ പേരിൽ ലോകത്തറിയപ്പെടുന്ന ഇമാമായി സഅദുദ്ദീൻ തഫ്താസാനി. ഇന്നും അതാ മർകസു സഖാഫത്തി സുന്നിയിലാകട്ടെ, മഅദിനിലാകട്ടെ, അതേ സിറാജുൽ ഹുദയിലാകട്ടെ, ഇവിടത്തെ ദർസിലാകട്ടെ, ഞാൻ മനസ്സിലാക്കുന്നു മുതിർന്ന മുതഅല്ലിമീങ്ങൾ എത്രയെത്ര കിതാബുകളാണ് സഅദുദ്ദീൻ തഫ്താസാനി തങ്ങളെ കിതാബ് ഓതിക്കൊണ്ടിരിക്കുന്നത്. ആ കിതാബുകൾ മനസ്സിലാക്കാൻ തന്നെ വല്ലാത്ത അപാര ബുദ്ധി വേണം. അങ്ങനെയുള്ള എത്രയോ കിതാബുകൾ രചിച്ച വലിയ ഇമാമാണ് സഅദുദ്ദീൻ തഫ്താസാനി. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തമാണ്, ബറക്കത്താണ്. ആ സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു രചിച്ച ശറഹുൽ അഖായിദ് എന്ന അഖീദയുടെ കിതാബ്, അതിൽ പറയുന്ന കാര്യങ്ങള് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട സംഗതികളാണ്. അതിൽപ്പെട്ട ഒന്നാണ് സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളിൽ ഏറ്റവും ബഹുമാനമുള്ള ആള് ആരാണ്? ശറഹുൽ അഖായിൽ പറയുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, രണ്ടാമതായി ഉമർ ഇബ്നുൽ ഖത്താബ്, മൂന്നാമതായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, നാലാമതായി അലി ഇബ്നു അബീ ത്വാലിബ്. ഇത് തന്നെ അല്ലേ റളിയല്ലാഹു അൻ കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ. നമ്മൾ ഇന്നുവരെ കേട്ട ഖുതുബയിൽ ഇതേ തർത്തീബിലല്ലേ നമ്മൾ കേൾക്കാറുള്ളത്. എന്നാൽ ഞാൻ ഈ അടുത്ത് ഒരു ഖുർആൻ പ്രഭാഷണക്കാരന്റെ ഒരു പ്രസംഗം കേട്ടു. സുബ്ഹാനല്ലാഹ്, സുന്നിന്റെ പേരിൽ ഇസ്ലാമിന്റെ പേരിൽ പ്രസംഗിക്കുന്ന ഒരാളാണ്. ഞാനിങ്ങനെ മനസ്സിലാക്കി, പടച്ച റബ്ബേ, പണ്ഡിതന്മാരെ ഗീബത്ത് പറഞ്ഞതിന്റെ അതാ ദുശൗനമാണോ എന്നറിയില്ല. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നു, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനാണ് സിദ്ദീഖുൽ അക്ബറിനേക്കാൾ ബഹുമാനം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരെക്കാൾ ബഹുമാനം. അദ്ദേഹം അത് പറയല് മാത്രല്ല, അദ്ദേഹം അത് സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞാനത് മനഃപൂർവ്വം പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അത് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ്. ലോകത്തുള്ള സർവ്വ ഇമാമിങ്ങളെയും സർവ്വ പണ്ഡിതന്മാരെയും വിവരമില്ലാത്തവരാക്കി അദ്ദേഹം വിവരം ചമയുകയാണ്. ഞാനൊരു കാര്യം മുതഅല്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ പറയട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങൾ ഉറപ്പിച്ചിരിക്കണം. അജ്മഅ അഹ്ലുസ് സുന്നാ, സുന്നത്ത് ജമാഅത്തിന്റെ സർവ്വ ഇമാമീങ്ങളും യോജിച്ച കാര്യമാണ്. ഒരു ഇമാമിനും തർക്കമില്ലാത്ത കാര്യമാണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ താരീഖുൽ ഖുലഫയിൽ പറയുകയാണ്, ഇമാം അബുൽ ഹസൻ അൽ അശ്അരി തങ്ങളുടെ ശിഷ്യൻ അബ്ദുൽ ഖാഹിർ അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിൽ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പണ്ഡിതനും തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഏറ്റവും ബഹുമാനമുള്ള വ്യക്തി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ്, പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, പിന്നെ അലി ഇബ്നു അബീ ത്വാലിബ്. അത് കഴിഞ്ഞാൽ പിന്നെ 10 ആളുകളുടെ പേര് സ്വർഗത്തിലാണെന്ന് പറഞ്ഞ് നബിതങ്ങൾ പ്രത്യേകം പറഞ്ഞ ബാക്കിയുള്ള 6 ആളുകളുണ്ട്. നമ്മൾ ചൊല്ലാറില്ലേ, സുമ്മരി വഅൻ അബീ ബക്കറിൻ വഅൻ ഉമരി വഅൻ അലിയും വഅൻ ഉസ്മാന ദിൽ കറബി സഅദിൻ സഈദിൻ സുബൈദിൻ ത്വൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബനി
في العسير الكرم جلك مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. ഇമാം സയൂത്തി റളിയല്ലാഹു അൻഹു അതിങ്ങനെ വിശദീകരിച്ചിട്ട് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഹാഫിദുൽ ദഹബി ലഅനത്ത് ചെയ്തു. ഹാഫിദുൽ ദഹബി എന്ന പണ്ഡിതൻ ലഅനത്ത് ചെയ്തു. ആരെയാ ലഅനത്ത് ചെയ്തത്? ലഅനല്ലാഹു റാഫിള, റാഫിളത്തിനെ അല്ലാഹു തആല ശപിക്കട്ടെ എന്ന്. എന്താ റാഫിളത്തിന് കുഴപ്പം? റാഫിളത്ത് ഞാൻ സുന്നത്തി ജമാഅത്തിന്റെ വിരോധികൾ, അള്ളാഹ് കൈകാലുണ്ട് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അതിന്റെ പുറമെ അള്ളാഹു കസേരമിലിരിക്കുന്നു പറഞ്ഞ കൂട്ടറ. മാസം കണ്ടാലും നോമ്പും പെരുന്നാളായിക്കൂടാ, കണക്കൂട്ടി വെക്കണമെന്ന് പറഞ്ഞവരാ. അതുപോലെ നല്ല കാര്യങ്ങളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞവരാ. ഇങ്ങനത്തെ ഒരുപാട് വാദങ്ങൾ ഉന്നയിച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഒക്കെ നിസ്സാരപ്പെടുത്തിയ കമ്പനിയാണ് ഈ റാഫിളത്ത് എന്ന പുത്തൻവാദി. ആ പുത്തൻവാദികൾ അല്ലാഹ് ലഅനത്ത് ചെയ്യട്ടെ എന്ന് പറയാൻ എന്താ കാരണം അറിയോ? കാരണം ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ്, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ്യ റളിയല്ലാഹു അൻഹു വന്നിട്ട് ബാപ്പാനോട് ചോദിച്ചു, അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ല ബാപ്പ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം ഏറ്റവും ബഹുമാനമുള്ള ആളാരാന്ന് ചോദിച്ചു. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു അബൂബക്കർ എന്ന് പറഞ്ഞു. പിന്നെ ആരാന്ന് ചോദിച്ചു? ഉമർ എന്ന് പറഞ്ഞു. അപ്പം സ്വന്തം മക്കൾക്ക് എപ്പോഴും ബാപ്പ നല്ല ഉഷാറായിട്ട് ഏറ്റവും ഉഷാറ് ബാപ്പിയാന്ന് വരണമെന്നുണ്ടാവും, സ്വാഭാവികമാണ്. ശിഷ്യന്മാർക്കുണ്ടാവും അങ്ങനെ തന്നെ. അവനവന്റെ ഉസ്താദ് നല്ല ഉഷാറായിട്ട് വരണമെന്ന്. കുരുത്തക്കേടില്ലാത്ത ശിഷ്യന്മാരും അങ്ങനെ. കുരുത്തക്കേടില്ല പിന്നെ അതിനെപ്പറ്റി പറയേണ്ടിയില്ലല്ലോ. വീട് വന്ന പിന്നെ ചീഞ്ഞുപോയ മീനിനെ പറ്റി പിന്നെ എന്ന് പറയാൻ അതിന് രുചി ഉണ്ടാവില്ല. അപ്പോ സഹോദരന്മാര്, സ്വന്തം മോന് ബാപ്പ വലിയ ആളാന്ന് വരണല്ലോ എന്ന് വിചാരിച്ചിട്ട് മുഹമ്മദ് ഹനഫി അല്ല പിന്നെ നിങ്ങളല്ലേ നിങ്ങളല്ലേ ചോദിച്ചു. പിന്നെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പേര് പറയണ്ട വിചാരിച്ച് ചോദിച്ചതാ. പിന്നെ നിങ്ങളല്ലേ? അപ്പൊ അലി റളിയല്ലാഹു പറഞ്ഞു, മാനയില്ല റജുലുൻ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ ഒരു പുരുഷൻ മാത്രമാണ് മോനെ എന്ന് പറഞ്ഞു. അത് തായ്മ കൊണ്ട് പറഞ്ഞതാ. വലിയ മഹാൻ തന്നെയാണ് അലി റളിയല്ലാഹുവിന്റെ, പക്ഷേ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ശേഷം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇത് ഉദ്ധരിച്ചുകൊണ്ട് ഇതുപോലെ വേറെയും ചില ഹദീസുകളുണ്ട്, അതൊക്കെ അലി റളിയല്ലാഹുവിന്റെ പറഞ്ഞതാ, ഇത് ബുഖാരിയിലുള്ളതാ. അപ്പോ ഇത് ഉദ്ധരിച്ചുകൊണ്ട് ഹാഫിദുൽ ദഹബി പറയാണ്, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മറ്റേ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, തവാത്തുർ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. തവാത്തുർ കൊണ്ട് സ്ഥിരപ്പെട്ടത് തന്നെ മുതാലിബിയൊക്കെ വേഗം മനസ്സിലാവും, മുലാമാർക്ക് വേഗം തിരിയും. നിഷേധിക്കാൻ കഴിയാത്ത നിലക്ക് സ്ഥിരപ്പെട്ടത്, നിഷേധിക്കാൻ കഴിയാത്ത നിലക്ക് സ്ഥിരപ്പെട്ടത്. അങ്ങനെ സ്ഥിരപ്പെട്ടാണ് അലി റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞിട്ടുണ്ട്. എന്ത് സിദ്ദീഖുൽ അക്ബറിനാണ് ഏറ്റവും ബഹുമാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അലി ഇബ്നു അബീ താലിബിനാണ് കൂടുതൽ ബഹുമാനം എന്ന് പറഞ്ഞു കളഞ്ഞു റാഫിളത്ത്. അതുകൊണ്ടാ പറഞ്ഞ ലഅനല്ലാഹു റാഫിള, റാഫിളത്തിന് അല്ലാഹു ലഅനത്ത് ചെയ്യട്ടെ. മാജിഹലുഹും, ഇത്ര വിവരം കെട്ടതാക്കിയത് ആരാ? ഈ റാഫിളത്തിനെ ഇത്ര വിവരം കെട്ടായവരായി പോയല്ലോ ഈ റാഫിളത്ത്. ഈ റാഫിളത്തിന്റെ വാദം മലയാളത്തിൽ പറയാണ്. ഈ ലഅനത്താക്കപ്പെട്ട വാദം ഇവിടെ മലയാളത്തിൽ പ്രസംഗിക്കുകയാണ് ഖുർആൻ പ്രഭാഷകൻ എന്ന് പറഞ്ഞ ഒരാള്. ഞാനിത് പറഞ്ഞു വരുന്നത് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, മുതാലിമീങ്ങൾ മനസ്സിലാക്കണം. ഉറപ്പിക്കേണ്ടത് ഉറപ്പിച്ചു വെക്കണം, ഉറപ്പിച്ചറിയേണ്ടത് ഉറപ്പിച്ചു തന്നെ അറിയണം. അതേ സമയത്ത് ഒരിക്കലും തന്നെ വന്നുകൊണ്ടറിയേണ്ട ചില സംഗതികൾ അത് വന്നുകൊണ്ടറിഞ്ഞാൽ മതി. അതിൽപ്പെട്ട നേരത്തെ ഞാൻ പറഞ്ഞത്, ഒരാൾ തങ്ങളാന്ന് പറഞ്ഞാൽ ബഹുമാനിക്കാം. ബഹുമാനപ്പെട്ട ഈ ത്വയ്ഫൂരി ഇമാമിന്റെ താരീഖ് പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൊട്ടൊരു സാധനാണ്, അല്ലെ തങ്ങളൊരു സാധനാണ് എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് ഒരാളൊരു സാധനം കൊണ്ടുവന്നാലേ മാമൂൻ രാജാവ് പറഞ്ഞു, ഞാന് ഈ പറഞ്ഞ ആള് വിശ്വസ്തനൊന്നുമല്ല, അയാൾ എനിക്കൊരു വിശ്വാസമില്ല, പക്ഷെ അയാൾ റസൂലുള്ളാഹിന്റെതാണ് പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ 1000 സ്വർണ്ണ നാണയം പറഞ്ഞ അതും കൊടുത്തേക്ക് വാങ്ങും ഞാനത്. കാരണം റസൂലുള്ളാഹിന്റെ അത് പറഞ്ഞില്ലേ, ഞാനതിക്ക് വാങ്ങും. വാങ്ങിയിട്ട് ഞാൻ ചുംബിക്കും, മുഖത്ത് വെക്കും, കണ്ണുമ്മല് വെക്കും. എന്റെ സ്വഭാവം അങ്ങനെ. കാരണം എനിക്ക് അങ്ങേറ്റത്തെ സ്നേഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ പറഞ്ഞവൻ ഒരു വിശ്വാസമുള്ളവനും ആണോന്നില്ല. ഞാനത് വാങ്ങിയിട്ട് ചുംബിക്കലാണ്, ബർക്കത്തെടുക്കലാണ് എന്റെ പതിവ് എന്ന് മാമൂൻ രാജാവ് പറഞ്ഞപ്പോ അത് ആരോടാ പറഞ്ഞേ? ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ ഉസ്താദിനോടാ പറഞ്ഞേ. ആ ഉസ്താദ് അംഗീകരിക്കുകയാണ്. കാരണം ബറക്കത്തിന് അത്ര മതി. ബറക്കത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെടേണ്ടതില്ല, മറ്റു കാര്യങ്ങൾ ആവശ്യമില്ല. അപ്പൊ 2 സൈസ് ഉണ്ട് അറിവിന്റെ കൂട്ടത്തിൽ. 2 സൈസ്. ഒന്ന് ഉറപ്പിച്ചറിയേണ്ട കാര്യങ്ങൾ, അത് വിശ്വാസപരമായ വിഷയങ്ങളാ, അത് ഉറപ്പിച്ചറിയണം. ഇനി സഹോദരന്മാരെ, അറിവിന്റെ കൂട്ടത്തിൽ പെട്ടെന്ന് പറയേണ്ട ചില സംഗതികളുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോ ആളുകൾ ഒതുവെടുത്ത് കയറുകയാണ്. പലരുടെയും മടമ്പ് നനഞ്ഞിട്ടില്ല. ഉടനെ ഉറക്ക വിളിച്ചു വരണം, വൈലുല്ലിൽ അഖാബി മിനന്നാർ, വൈലുല്ലിൽ അഖാബി മിനന്നാർ. അതേ നരകത്തിനാലുള്ള ശിക്ഷ, നരകത്തിനാലുള്ള നാശം ചില മടമ്പുകൾക്കാട്. വെള്ളമൊഴിച്ചപ്പോ മടമ്പ് നനഞ്ഞിട്ടില്ല. അത് പിന്നേക്ക് വെച്ചാൽ ആൾക്കാർ നിസ്കാരം ബാത്തിലായി പോകും. അപ്പൊ പറയേണ്ട സമയത്ത് തന്നെ വേഗം പറയണം. അതേ സമയത്തിന് അതേ ആ ബുഖാരിയിൽ തന്നെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം പ്രസംഗിക്കുകയാണ്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നബി തങ്ങൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. സഹാബത്ത് പലരും അതാ പറഞ്ഞു, പരസ്പരം പറഞ്ഞു, റസൂലുള്ളാഹിക്ക് പിടിച്ചിട്ടില്ല, ചോദ്യം പിടിച്ചിട്ടില്ല. പ്രസംഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു, ആരാ ചോദിച്ചത്? ചോദിച്ച ആള് വന്നു. സംഗതി പറഞ്ഞപ്പോൾ അവിടുന്ന് അതിന്റെ മറുപടി പറഞ്ഞു കൊടുത്തു. കാരണം അത് ഖിയാമത്ത് നാൾ എപ്പോഴാണ് എന്നാ ചോദിച്ചത്. അതിപ്പോ പെട്ടെന്നറിയേണ്ട ആവശ്യമില്ല, അത് കുറച്ച് കഴിഞ്ഞിട്ട് അതിന്റെ മറുപടി പറഞ്ഞാ മതി. എപ്പോഴാണ് എന്ന് പറയേണ്ടതുമില്ല, അടയാളം പറഞ്ഞാ മതി. അടയാളമേ പറഞ്ഞിട്ടുള്ളൂ, എപ്പോഴാണെന്ന് പറഞ്ഞിട്ടില്ല. ആവശ്യമുള്ളത് പറഞ്ഞാൽ മതി, ആവശ്യമില്ലാത്ത പറയണ്ട, ആവശ്യമുള്ളത് പറഞ്ഞാൽ മതി. ഇനി സഹോദരന്മാരെ, ഇൽമിന്റെ രംഗത്ത് അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. അവിടുന്ന് പറഞ്ഞു, അതേ ലൗലാ ഖൗമുകി ഹദീസു അഹദിൻ ലബനൈതുൽ കഅബത അലാ ഖവാഇദി ഇബ്രാഹിം. കഅബ ശരീഫ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടാക്കിയ തറയുണ്ട് കഅബക്ക്. ആ കഅബയുടെ തറയിൽ നിന്ന് ഒരൽപ്പം കുറച്ചിട്ടാ ഖുറൈശികൾ കഅബ പണിതത്. അതുകൊണ്ട് അതിന്റെ തറ കുറച്ച് പുറത്തിങ്ങോട്ട് അതാ ചെറിയൊരു ഭാഗം പുറത്തു നിൽക്കുകയാണ്. അതുപോലെ തന്നെ അതിന് രണ്ട് വാതിലില്ല, ഒരു വാതിലാണ്. എന്നാൽ ഞാൻ ഈ കഅബ പൊളിച്ചിട്ട് അതിന് രണ്ട് വാതിൽ വെക്കുമായിരുന്നു. അല്ലെങ്കിൽ കഅബ അതാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ തറയിൽ പൂർത്തീകരിച്ച് നിർമ്മിക്കുമായിരുന്നു. പക്ഷേ ചെയ്യാത്തതെന്താ? ചെയ്യാത്തത് ഇന്നലെയും എന്നാന്നൊക്കെ ഇസ്ലാമിൽ വന്നവരുണ്ട്. അപ്പൊ ഞാൻ കഅബ പൊളിച്ചിട്ട് അങ്ങനെ ഒരു പണി തുടങ്ങിയാൽ അവരോട് അതാ എതിരാളികൾ പറയും, കണ്ടോ മുഹമ്മദ് കളിച്ച് കഅബം കൊള്ളയും കളിച്ചു എന്ന് പറയുമ്പോ ഈ പുതിയ പ്രവർത്തകന്മാർക്ക് സംശയം വന്നു പോകും. അങ്ങനെ വന്നാൽ അവരെ ഈമാൻ തെറ്റിപ്പോകും. അതുകൊണ്ട് തൽക്കാലം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, ചെയ്യുന്നില്ല. ചില സംഗതികള് ഈമാൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്യാതിരിക്കേണ്ടതുമുണ്ട്, പറയാതിരിക്കേണ്ടതുമുണ്ട്. ഇൽമിന്റെ രംഗത്ത് അതിനൊരുപാട് അദബുകളുണ്ട്. ആ അദബുകളൊക്കെ പാലിക്കണമെന്നതാണ് ഇമാം ബുഖാരി കിതാബുൽ ഇൽമിന്റെ രംഗത്ത് പറഞ്ഞിട്ടുള്ളത്. സുഹൃത്തുക്കളെ, നമ്മളെ ലുഖ്മാനുൽ ഹക്കീം സഖാഫി നല്ല വഅദ് പറയണോന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതൊരു ദർസിന്റെ വാർഷികമാണല്ലോ, അതുകൊണ്ട് ഞാൻ ഇൽമിനെ കുറിച്ച് പറഞ്ഞതാണ്. നീണ്ട വഅദൊന്നും ഇപ്പൊ പറയാൻ നിങ്ങൾക്കും ശക്തിയില്ല, എനിക്കും ശക്തിയില്ല. എല്ലാരും പാടിയിട്ടുണ്ട്, അതുകൊണ്ട് നീട്ടി വഅദ് പറയുന്നില്ല. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മോമിനീങ്ങളൊക്കെ സദസ്സിലേക്ക് വരണം. ഞാനൊരു കാര്യം ഉണർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കാരണവന്മാരെ, മോമിനീങ്ങളെ, നമ്മൾ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. സുന്നത്ത് ജമാഅത്തിൽ നിന്ന് ഒരണുവളവും തെറ്റിക്കൂടാ. നമ്മളെ വിശ്വാസം പിഴച്ചുകൂടാ. അതോടുകൂടെ തന്നെ അതാ ഞാനൊരു വഅദ് പറയുന്ന മുസ്ലിയാരാണ്. പക്ഷേ ഞാൻ ചിന്തിക്കണം, എല്ലാവരും നമ്മളെല്ലാരും ചിന്തിക്കണം. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു സ്വർഗത്തെ കുറിച്ച്, ഉഇദ്ദത്ത്, സ്വർഗം തയ്യാറ്, സ്വർഗം തയ്യാറ്. ഹോട്ടലിന്റെ മുമ്പിൽ ഊണ് തയ്യാറ്, ബിരിയാണി തയ്യാറ്, നാടൻ ഭക്ഷണം തയ്യാറ്. അല്ലാഹ് പറയുന്നു സ്വർഗം തയ്യാറ്, വേഗം വന്നോ. പക്ഷേ ലിൽ വാഇദീൻ, വഅദ് പറയുന്നവർക്ക് എന്നല്ല, ലിൽ മുദരിസീൻ എന്നല്ല, ലിൽ മുഅല്ലിമീൻ എന്നല്ല,
അതാ ലിർറുസാ നേതാക്കൾക്കെന്നല്ല, പ്രവർത്തകന്മാർക്ക് എന്നല്ല. ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. സ്വർഗം തയ്യാറ്. ആർക്കാണ് സ്വർഗം തയ്യാറ്? എന്റെ ഉമ്മമാരെ, സ്ത്രീകൾക്ക് എന്നല്ല, പുരുഷന്മാർക്ക് എന്നല്ല, സംഭാവന കൊടുക്കുന്നവർക്ക് എന്നല്ല, കൊടുക്കാത്തവർക്കെന്നുമല്ല. സ്വർഗം തയ്യാറ് ഇന്ന പാർട്ടിക്കാർക്ക് എന്നുമല്ല. ഉഇദ്ദത്തിൽ മുത്തഖീൻ, സ്വർഗം തയ്യാറ് മുത്തഖീങ്ങൾക്ക് തയ്യാറ്. സ്വർഗം മുത്തഖീങ്ങൾക്കാണേ. ഇത് ഖുർആനാണ്. തഖ്വയുടെ അടിത്തറ മനസ്സാണ്. മനസ്സ് നന്നാകണം. അഹങ്കാരിയാകരുത്, അസൂയക്കാരനാകരുത്, വിദ്വേഷമുള്ളവനാകരുത്, വൈരാഗ്യമുള്ളവനാകരുത്. അതേ ഹബീബായ നബിയുടെ ഉമ്മത്തുകളെല്ലാം രക്ഷപ്പെടണം. എന്നെ ചീത്ത പറഞ്ഞവനും രക്ഷപ്പെടണം, കല്ലെറിഞ്ഞവനും രക്ഷപ്പെടണം, എന്നെ വെറുത്തവനും രക്ഷപ്പെടണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തുകളെല്ലാം രക്ഷപ്പെടണം. ഈ പാവപ്പെട്ട ഞാനും രക്ഷപ്പെടണം. അങ്ങനെ ഒരു വിശാലമായ മനസ്സ് വേണം. സുഹൃത്തുക്കളെ, മറ്റൊരാളെ ഗീബത്ത് പറയരുത്, കള്ളം പറയരുത്, വാക്കിലംഘിക്കരുത്, ചീത്ത പറയരുത്, തെറി പറയരുത്. അല്ലാഹു തന്ന നാവ് നല്ലത് മാത്രം പറയണം. അല്ലാഹു തന്ന വയറ്റിലേക്ക് ഒരിക്കലും ഹറാം കുടിക്കരുത്, ഹറാം തിന്നരുത്, ഒരിക്കലും മദ്യപിക്കരുത്. അത് നജസാണ്. ചെറുപ്പക്കാരെ, നജസ് കുടിക്കരുത്. അല്ലാഹു തആല തന്ന പണം കൊണ്ട് പലിശക്കാരനാകരുത്. അതുപോലെ അന്യന്റെ ഹക്കുകൾ പിടിച്ചെടുക്കരുത്, അതേ പറിച്ചെടുക്കരുത്. അയൽവാസിക്ക് ദ്രോഹം ചെയ്യരുത്, കുടുംബ ബന്ധം മുറിക്കരുത്, പ്രായമുള്ളവരോട് അതപീട് കാണിക്കരുത്, കുട്ടികളെ ആക്രമിക്കരുത്, അതേ സ്വന്തം ഭാര്യമാരെ പീഡിപ്പിക്കരുത്, സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കരുത്. അല്ലാഹു ഹറാമാക്കിയതിലൊന്നും കടന്നു പോകരുത്. അല്ലാഹു നിർബന്ധമാക്കി 5 നേരത്തെ നിസ്കാരം അത് കൃത്യമായി നിർവഹിക്കണേ. റമളാനിലെ നോമ്പെടുക്കണേ, സക്കാത്ത് കൊടുക്കണേ, ഹജ്ജ് ചെയ്യണേ, ഉംറ ചെയ്യണേ. കഴിവനുസരിച്ച് കഴിയുന്നതൊക്കെയും കൽപ്പിക്കപ്പെട്ടത് പ്രവർത്തിക്കണേ. സുഹൃത്തുക്കളെ, ഹറാമുകളിൽ മാറി നിന്ന് കൽപ്പിക്കപ്പെട്ടതൊക്കെ ജീവിതത്തിലെടുത്ത് അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവര്, അല്ലാഹു വിരോധിച്ചത് കൈയൊഴിക്കുന്നവര്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഭർത്താവുണ്ടാക്കി തന്ന വീട്ടിലിരുന്ന് ഭർത്താവ് ഇഷ്ടപ്പെടാത്തവരെ ഫോൺ ചെയ്യരുതേ. അതേ ഭർത്താവ് തന്ന ഫോണില് ഭർത്താവ് ഇഷ്ടപ്പെടാത്തവരെ വിളിക്കരുതേ. എന്റെ യുവാക്കളെ, സ്വന്തം ഭാര്യ നമുക്ക് വേണ്ടി ജീവിക്കുമ്പോ ഭാര്യയെ വഞ്ചിച്ച് മറ്റൊരു പെണ്ണിനെ പ്രേമിക്കരുതേ. മറ്റൊരു അന്യ പെണ്ണിന്റെ ടെലിഫോൺ നമ്പർ വാങ്ങി അവളെ വിളിച്ച് ശല്യം ചെയ്യരുതേ. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, സ്വന്തം പെൺകുട്ടികളോട് വലിയ സ്നേഹമല്ലേ? അതുകൊണ്ട് തന്നെ സ്വന്തം പെൺകുട്ടികളെ ഭർത്താവ് വീട്ടിൽ വന്നാൽ അവരോട് നല്ല സ്നേഹവും ആദരവുമല്ലേ? അതേ വയറ്റിൽ തന്നെ നമ്മൾ ചുമന്ന് നമ്മൾ പ്രസവിച്ചതല്ലേ നമ്മളെ ആൺകുട്ടികളെയും. ആ ആൺകുട്ടികളെ ഭാര്യമാർ നമ്മളെ വീട്ടിൽ വന്നാൽ അത് ആൺമക്കളെ ഭാര്യമാരോട് ക്രൂരമായി പെരുമാറരുതേ. രണ്ടും നമ്മളെ മക്കളല്ലേ. പെൺമക്കളെ ഭർത്താവിനോട് നല്ല സ്നേഹം, ആൺമക്കളെ ഭാര്യയോട് കടുത്ത വിരോധം അല്ലാഹു കാണുന്നില്ലേ? രണ്ടും നമ്മളെ മക്കളല്ലേ. അങ്ങനത്തെ ദുഷിച്ച സ്വഭാവം എന്റെ
എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, ബാപ്പാന്റെ സ്ഥാനത്തല്ലേ ഭർത്താവിന്റെ ബാപ്പ. അതുകൊണ്ടല്ലേ നിങ്ങൾ ഒതുവെടുത്ത് കയറി വരുമ്പോ ബാപ്പാനെ തൊട്ടാ ഒതുമുറിയൂല, ഭർത്താവിന്റെ ബാപ്പാനെ തൊട്ടാലും ഒതുമുറിയൂല. രണ്ടും ബാപ്പ തന്നെ. ഇതേപോലെ നിങ്ങളെ സ്വന്തം ഉമ്മയെപ്പോലെ തന്നെയാണ് നിങ്ങളെ ഭർത്താവിന്റെ ഉമ്മയും കേട്ടോ. ആ ഉമ്മാനെയും ഭർത്താവിനെയും തെറ്റിക്കാൻ വേണ്ടി നിങ്ങൾ സ്വന്തം ഭർത്താവിന്റെ ഉമ്മയെക്കുറിച്ച് സ്വന്തം ഭർത്താവിനോട് രാത്രി സമയങ്ങളിൽ ഫിത്നയും ഫസാദും പറയരുതേ. അതേ, സ്വന്തം ഭർത്താവിന്റെ പെങ്ങന്മാരുമായി നിങ്ങൾ ഭർത്താവിനെ തെറ്റിച്ചു കളയരുതേ. ഇങ്ങനെ നമ്മളെ ജീവിതത്തിൽ വന്നു ചേരുന്ന എന്തൊക്കെ ദുസ്വഭാവങ്ങളുണ്ടോ അതൊക്കെ കയ്യൊഴിക്കണേ. മുഅ്മിനീങ്ങളെ, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയരുതേ. തങ്ങന്മാരെ പാട്ടി നോക്കി നിസ്സാരപ്പെടുത്തരുതേ. ഈ പാവപ്പെട്ട എനിക്ക് മരണമുണ്ട്, നിങ്ങൾക്കും മരണമുണ്ട്. മരണത്തിന്റെ സമയമറിയില്ല, വയത് പറയാൻ യോഗ്യതയില്ല. ഇമാം ബൂസിരി ചൊല്ലിയ പദ്യം ഞാൻ ബറക്കത്തിന് ചൊല്ലിയതാ. അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിൽ അമലി ലഖദ് നസബ്തു ബി നസ്റൻ ലിയുഖൂബി. അത് പറയേണ്ടത് ഇമാം ബൂസിരി തങ്ങളല്ല, അവിടുന്ന് വലിയ ആരിഫും വലിയുമാണ്, വലിയ തഖ്വയുള്ള ഇമാമാണ്. പക്ഷേ താഴ്മയോടുകൂടി മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് പകരം അവിടുത്തെ സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ച് സംസാരിച്ചു. അത് ആരിഫീകളെ പതിവാണ്, സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ച് സംസാരിക്കുകയാണ്. ആ ആക്ഷേപം ഏറ്റവും ആക്ഷേപിക്കേണ്ടത് ഈ പാവപ്പെട്ട ഞാനാണ് കേട്ടോ. വയത് പറയാൻ യോഗ്യതയില്ല, അർഹതയില്ല. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ലുക്മാൻ സഖാഫി, എനിക്ക് അദ്ദേഹത്തോട് മർക്കസിലുള്ള കാലത്തെ സ്നേഹമാണ്. ആ ഒരു സ്നേഹത്തിന്റെ പേരിൽ ഞാൻ വാസ്തവത്തിൽ ഇന്നിവിടെ വന്നതാണ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള മുതഅല്ലിമീങ്ങൾക്കും അദ്ദേഹത്തിന്റെ ദർസിന് നേതൃത്വം കൊടുക്കുന്ന കമ്മിറ്റിക്കാർക്കും നാട്ടുകാർക്കും ഇവിടെ വന്നവർക്കും സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും നമുക്കും നമ്മുടെ ദീനീ സ്ഥാപനങ്ങളും സംഘടനകളുമൊക്കെ പരിപോഷിപ്പിക്കുന്നവർക്കും നാട്ടിലുള്ളവർക്കും വിദേശത്തുള്ളവർക്കും എല്ലാവർക്കും നീ ബറക്കത്ത് വർദ്ധിപ്പിക്കണേ റഹ്മാനേ. മുമ്പൊക്കെ എത്ര മണിക്കൂർ പ്രസംഗിച്ചാലും എത്ര ഓടി നടന്നാലും പ്രശ്നമില്ലായിരുന്നു. പക്ഷേ കാലം മുന്നോട്ട് പോയില്ലേ. ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി തങ്ങള് സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ചിങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞില്ലേ, അതാ നരവന്നിറങ്ങിപ്പോയി, കറുത്ത രോമങ്ങളൊക്കെ വെളുത്തുപോയി. അതെ, ഈ വിരുന്നുകാരനെ സൽക്കരിക്കാൻ ഒന്നും തയ്യാറ് ചെയ്തിട്ടില്ല. എന്റെ സദസ്സിൽ പങ്കെടുത്ത ഉമ്മമാരെ, കാരണവന്മാരെ, ഇൽമുമായി ജോലിയാകുന്ന മുതഅല്ലിമീങ്ങളെ, ഖുർആൻ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങളെ, നമ്മുടെ മദ്രസകൾക്കും പള്ളികൾക്കും ദർസിലുമൊക്കെ ഒത്താശ ചെയ്യുന്ന മുഅ്മിനീങ്ങളെ, ഈ മഹത്തായ റജബ് മാസത്തിൽ ഈ പാവപ്പെട്ട എന്റെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണേ. പടച്ച റബ്ബേ, ഞങ്ങളിൽ ആരിൽ നിന്ന് എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നുപോയോ നീ ഞങ്ങൾക്ക് മാപ്പാക്കണേ റഹ്മാനേ. ഞങ്ങളെ സദസ്സുകളും സ്ഥാപനങ്ങളും ഒക്കെ ദുആക്ക് ഇജാബത്തുള്ളതാക്കണേ റഹ്മാനേ. എല്ലാവരും ഒരു സൂറത്തുൽ ഫാത്തിഹയും ഇഖ്ലാസും അഅ്വിദത്തൈനി മോദണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മ മരിച്ചുപോയ ദിവസമാണ് ഇന്ന്. അല്ലാഹു തആല ഉമ്മയുടെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. ജീവിതത്തിൽ അറിവുകേട് കൊണ്ടോ അല്ലാതെയോ
ഉമ്മയിൽ നിന്നോ നമ്മുടെ ആരുടെയെങ്കിലും ഉമ്മ ബാപ്പമാരിൽ നിന്നോ ഉസ്താദുമാരിൽ നിന്നോ ശിഷ്യന്മാരിൽ നിന്നോ നമ്മളെ സ്നേഹിച്ച ഏതെങ്കിലും മോമിനികൾ മോമിനാത്തുകളിൽ നിന്നോ നമ്മളിൽ നിന്നോ അറിഞ്ഞോ അറിയാതെ എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടോ അല്ലാഹുവേ, ഇത് മുതഅല്ലിമീങ്ങളെ ഇൽമിനെ സ്നേഹിച്ച സദസ്സാണ്, ഇത് റജബ് മാസമാണ്. ഞങ്ങൾക്കെല്ലാവർക്കും നീ മാപ്പ് തരണേ റഹ്മാനെ. ഞങ്ങൾ മരിച്ചുപോയ എല്ലാവർക്കും നീ മാപ്പ് നൽകണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും ഒക്കെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. 40-ലധികം വർഷമായി ഇവിടെ ദർസ് നടത്തുന്നതിന് സഹായിച്ചു പലരും മരിച്ചുപോയവർ, മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തവർ, ഉസ്താദുമാരെ പോറ്റിയവർ, ഉസ്താദുമാരെ ആദരിച്ചവർ, എല്ലാവർക്കും നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ. എല്ലാ മരിച്ചുപോയവരുടെയും പേരിൽ ഫാത്തിഹ സൂറത്ത് ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഉത്തരമുള്ള മജ്ലിസ് ആക്കട്ടെ. ഇലാ ഹളറത്തിൻ നബി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. ഇവിടെ ഈ ബക്കറ്റ് കൊണ്ടുവന്ന് വെച്ചാൽ അതിന്റെ അർത്ഥങ്ങളോടൊക്കെ സംഭാവന വെച്ചു കൊടുക്കണമെന്നാണ് ഞാൻ 10-15 കൊല്ലമായി ഈ പണി തുടങ്ങിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നല്ല സംഭാവന തരണം. അല്ലാഹു തആല എല്ലാവർക്കും കബൂൽ ചെയ്യട്ടെ. അല്ലാഹു തആല നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. കിട്ടിയിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്. കെട്ടാത്ത ഏതെങ്കിലും മൈക്കുണ്ടോ എന്ന് ചോദിച്ചു നോക്കിയാ. കെട്ടാത്ത മൈക്കുണ്ടെങ്കിലും മൈക്കുണ്ടാവാനെ ഇല്ല, വേണ്ട, അത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കേച്ചിക്കോ. നൗരി മേലോട്ട് മുന്നോട്ട് മുന്നോട്ട്. എല്ലാവരും ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ദുആക്ക് ഉത്തരമുള്ള മജ്ലിസ് ആക്കട്ടെ. ഈ സ്റ്റാൻഡ് കുറച്ച് അങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ച മോനെ. സുബ്ഹാനല്ലാഹ്. ഇനി ബലൂണ് പൊട്ടിയാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും സംഭാവന ഉണ്ട്. എല്ലാവരും ഫാത്തിഹ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. സ്ത്രീകൾ എടുത്ത് ബക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ദ്വാരക്കാം. ഞാൻ വരുന്ന വൈക്കുന്ന എല്ലാ സിറാജുള്ളതിലേക്ക് പവന് തന്നവരുണ്ട്, സ്വർണം തന്നവരുണ്ട്, പൈസ തന്നവരുണ്ട്. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ദ്വാരക്കാം. അല്ലാഹു കുറ്റിയാടിക്കില്ല, വേറെ ആരത്തും കൊടുക്കുക. നമുക്ക് ലുക്മാൻ ഹക്കീം സഖാഫിയോട് പോയി മൂപ്പരത്ത് കൊടുക്കുക. സിറാജുള്ളതൊക്കെ ലുക്മാൻ ഹക്കീം സഖാഫിന്റെ അടുത്ത് കൊടുക്കുക. ഇവിടുത്തേക്കുള്ളൊക്കെ എന്റെ അടുത്തും തരും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാം. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ സ്ഥാപനത്തിന്റെയും ദിവസത്തിന്റെയും ബർക്കത്തൊക്കെ അല്ലാഹു എല്ലാവർക്കും തരട്ടെ. അല്ലാഹു തആല മക്കളെയൊക്കെ ആലിമീങ്ങളാക്കി തരട്ടെ. അത് വലിയ ഒരു ആഗ്രഹമാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മുടെ മക്കളെയൊക്കെ ആലിമീങ്ങളാക്കി തരട്ടെ. എല്ലാവർക്കും വേണ്ടി ദുആ. ഫാത്തിഹ സൂറത്തുൽ റൂദ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ബാപ്പാര് തന്നതാ തരാൻ വേണ്ടിയിട്ട്. ബാപ്പയും നമുക്ക് തരാൻ വേണ്ടി തന്നാണെങ്കിലേ ചെറിയ കുട്ടികൾ തരാം കേട്ടോ. ബലുവാത്ത കുട്ടികളോട് സദഖ വാങ്ങാൻ പറ്റൂല. അല്ലാഹു തആല നമ്മുടെ കുട്ടികളൊക്കെ നന്നാക്കി തരട്ടെ. എല്ലാവർക്കും വേണ്ടി മക്കളില്ലാത്തവർക്ക് അല്ലാഹു ഖൈറായ മക്കളെ കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും വേണ്ടി ദുആ ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു ഫാത്തിഹ കൊണ്ടുവരണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഒന്നും വേണ്ട. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അള്ളാഹ് മഴന്റെ രോഗം കൊണ്ട് സിറാജിലേക്ക് നേർച്ച തന്നുകൊണ്ട് അള്ളാഹു തആല രോഗം മാറ്റി കൊടുക്കട്ടെ. അതുപോലെ ഇപ്പൊ ഞാൻ വരുമ്പോ ഒരാളെ മന്ത്രിച്ചു കൊടുത്ത് അദ്ദേഹത്തിന് രോഗമുണ്ട്, വലിയ രോഗമാണ് എന്ന് പറഞ്ഞു. അള്ളാഹു തആല അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ. അദ്ദേഹം 15,000 രൂപ സിറാജുലേക്ക് തന്നു. വേറൊരാള് ഞാൻ വഴിക്കുന്നു പറഞ്ഞപ്പോ 1 സെന്റ് ഭൂമി സിറാജുലേക്ക് തരാന്ന് പറഞ്ഞു. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ ഒരാള് ഒരു കോയിന്, ഒരു സ്വർണ്ണത്തിന്റെ കോയിന് എന്നെ ഏൽപ്പിച്ചു സിറാജുലേക്ക്. ഇവിടെ വന്നപ്പോഴും പലരും നേർച്ച തന്നവരുണ്ട്. എല്ലാവർക്കും വലിയ ദ്വാരക്കുന്നു. അള്ളാഹു തആല സിറാജുൽ ഹുദക്കും ഈ ദർസിനും അതുപോലെ നമ്മുടെ നാട്ടിലെ മദ്രസകൾ, പള്ളികൾ, എല്ലാറ്റിനും നമ്മുടെ മർക്കസ് മുതൽക്കുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും സഹായിക്കുന്ന എല്ലാവരെയും അള്ളാഹു
തആല സഹായിക്കട്ടെ. നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ഇവിടെ പലരും 10,000 5,000 ഒക്കെ കൊടുത്തവരുണ്ട്. അതുപോലെ വിദേശത്തും നാട്ടിലൊക്കെയുള്ള ബിസിനസ് നടത്തുന്നവരും കൃഷി ചെയ്യുന്നവരും കടൽ തൊഴിലാളികളും അങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ ആളുകൾ സഹായിച്ചവരുണ്ട്. അല്ലാഹു തആല എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹു തആല സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഒരു 10 സലാത്തും കൂടി ചൊല്ലിയിട്ട് നമുക്ക് ദ്വാരക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. എല്ലാവരും നല്ല ഇഖ്ലാസോടെ ആമീൻ പറയണം. അല്ലാഹു തആല നമ്മുടെ ദുആക്ക് ഉത്തരം തരട്ടെ. ആറക്കടവ് ഹൈദ്രൂസ് കോയത്തങ്ങളുടെ പേരിലാണ് ഈ നഗരി. അല്ലാഹു തആല നമ്മൾ ഖുർആനിൽ ഓതിയത് ഖബൂൽ ചെയ്യട്ടെ. തങ്ങളടക്കം നമ്മൾ മരണപ്പെട്ടു എല്ലാവരും ഖബറിലും അല്ലാഹു തആല നമ്മൾ ഓതിയതിന്റെ പ്രതിഫലം പോലെ ഒന്ന് എത്തിക്കട്ടെ. ഒരുപാട് ആളുകൾ ഇവിടെ സംഭാവന തന്നവരുണ്ട്. ഇതുവരെയുള്ള ഈ പരിപാടികളിലൊക്കെ സഹായിച്ചവരുണ്ട്. ക്യാൻസർ രോഗമുള്ളവരുണ്ട്, വേറെ രോഗമുള്ളവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും സലാമത്ത് തരട്ടെ. അൽഹംദുലില്ലാഹ് ദുആർക്കാം നമുക്ക്. അല്ലാഹു രോഗങ്ങളൊക്കെ അല്ലാഹു മാറ്റി തരട്ടെ. വരുന്ന വരുത്തിലൊക്കെ സംഭാവനകളും നേർച്ചകളൊക്കെ തന്നവരുണ്ട്. സിറാജുൽ ഹുദക്ക് അല്ലാഹു തആല തന്ന ഒരു ബർക്കത്താണ്. ഇങ്ങനെ പോകുന്നവരുന്നെല്ലാം നേർച്ച കിട്ടും. അല്ലാഹു തആല ഒരു മാസത്തിൽ 25 ലക്ഷം 30 ലക്ഷം ഒക്കെ നേർച്ച തരും സിറാജുൽ ഹുദയിലേക്ക്. പക്ഷേ 70 ലക്ഷം റുപ്യോളം ചെലവിന് വേണം. അതുകൊണ്ട് എത്ര കിട്ടിയാലും മതിയാവില്ല. അതുകൊണ്ട് നമ്മൾ റസീവർമാർക്ക് വരുമ്പോൾ നിങ്ങൾ നല്ല സഹായം കൊടുത്തേക്കണം. സിറാജുൽ ഹുദയുടെ സിൽവർ ജൂബിലി നിശ്ചയിച്ചിട്ടുണ്ട്. ആ സിൽവർ ജൂബിലിയുടെ സമാപനം 2017 ഫെബ്രുവരി 3, 4, 5 തീയതികളിലാണ്. നിങ്ങളൊക്കെ അതിന്റെ പ്രചരണത്തിനും പ്രവർത്തനത്തിനും സഹായത്തിനൊക്കെ ഉണ്ടാകണം. ഞാനിപ്പോ വിദേശത്ത് പോയപ്പോ സൗദി അറേബ്യയിൽ മലപ്പുറം ജില്ലയിലുള്ള ഒരുപാട് ആളുകൾ വലിയ സഹായങ്ങൾ ചെയ്തവരുണ്ട്, പ്രവർത്തിച്ചവരുണ്ട്, ഓടി നടന്നവരുണ്ട്. അല്ലാഹു തആല മരിച്ചുപോയ ബീരർക്കാണ്ട് അല്ലാഹു തആല അവരെ നമ്മൾ സ്വർഗത്തിൽ ഒരുമിച്ച് വിട്ടട്ടെ. ഒരു അരിച്ചാക്ക് കുറ്റിയാടിക്കുള്ള ആയിക്കോട്ടെ, അവിടെ കൊടുത്തെ. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അവരെ ഖബറിൽ അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഒന്ന് മരിച്ചുപോയ എല്ലാവരെയും അല്ലാഹു തആല നമ്മളെയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് വിട്ടിട്ടെ. എല്ലാവർക്കും കൂടി ദ്വാരക്കാണ്. രോഗമുള്ളവർക്കെല്ലാം അല്ലാഹു തആല മാറ്റി തന്നെ എല്ലാവർക്കും കൂടി ദ്വാരക്കും. കുറ്റിയാടിക്കില്ല ആൺകുട്ടി ഉണ്ടാകാൻ വേണ്ടി വേണ്ട, ആൺകുട്ടി ഉണ്ടാകാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹു തആല അവർക്ക് ഖൈറായ ആൺകുട്ടികൾ കൊടുക്കട്ടെ. ആൺകുട്ടികൾ ഉണ്ടായിരുന്നു അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ദിക്ർ കൂടുതൽ ചൊല്ലിയാൽ നല്ലതാ, സലാത്തും കൂടുതൽ ചൊല്ലിയാൽ നല്ലതാ. അൽഹംദുലില്ലാഹ് ഞാൻ ഇന്നും പലർക്കും പല ദിക്റുകളും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കുള്ളത് ഫലത്തിലാകട്ടെ. മക്കളില്ലാത്ത എത്രയോ ആളുകൾ ദിക്ർ എഴുതി വാങ്ങി. അൽഹംദുലില്ലാഹ് ഇന്ന് വരുമ്പോ എന്നോട് ഓഫീസിൽ നിന്ന് പറഞ്ഞ് ഇവര് ഹിന്ദു മതക്കാരൻ വേണ്ട മൈക്കങ്ങൾ പിടിച്ചാലേ എന്റെ ചിലപ്പം ചുണ്ട് കെട്ടി പോകും. ഞാൻ ഇത് 35 കൊല്ലായി പടി തുടങ്ങിയിട്ട് എല്ലാ അനുഭവം ചുണ്ട് കെട്ടിയിട്ട് ഓരോ ഒന്ന് ഓർമ്മ ഉണ്ട്. അപ്പോ ഒരു ഹിന്ദു മതക്കാരൻ, അയാൾ 16 കൊല്ലമായിട്ട് മക്കളില്ലേ. ഇപ്പൊ നേർച്ചയാക്കിയപ്പോൾ അൽഹംദുലില്ലാഹ് മക്കളുടെ കോട്ടയത്തോ ഭാഗത്തങ്ങാനുള്ളതാ. അപ്പൊ അയാൾ ഒരു കുട്ടീന്റെ ചെലവ് പൂർണ്ണമായിട്ട് എന്റെ വകയിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോ വിളിച്ചിട്ട് അങ്ങനെ ഒരു കുട്ടീന്റെ അഡ്രസ്സ് തരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, സ്ഥാപനത്തിലെ മുസ്ലിമുകളായാലും കൊടുക്കാൻ പറ്റില്ല എന്നാണ്. അതെന്താ കാരണം? ഞാൻ ഓഫീസിൽ ഒരിക്കൽ പറഞ്ഞു കൊടുത്തു, നമ്മളെ സ്ഥാപനത്തിൽ പലരും അരി നിറച്ചത്, ഭക്ഷണം നിറച്ചത്, അങ്ങനെ ഒരാളുടെ ചെലവിൽ മാത്രം ഒരു കുട്ടീനെ പോറ്റാനാവില്ല. കാരണം വേറെ വലിയ ഭക്ഷണങ്ങളൊക്കെ അവിടെ എല്ലാം കൊടുക്കൂലേ. അപ്പൊ അയാളെ ഇതെന്റെ ചെലവിൽ മാത്രം വളരുന്ന കുട്ടിയാന്ന് അങ്ങനെ ഒരു കുട്ടീനെ ഉണ്ടാക്കാൻ പറ്റും? നമുക്ക് കഴിയൂല. അപ്പൊ പിന്നെ നമ്മള് അനുവദനയില്ലാത്ത പറ്റൂല്ലോ. അതുകൊണ്ട് അയാൾക്ക് ഒരു കുട്ടിക്ക് ഏകദേശം വരുന്ന ഒരു പൈസ ഉണ്ടാവും ഒരു കൊല്ലത്തിൽ. അത് അയാൾ തരാൻ തയ്യാറുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ നമ്മളൊക്കെ സാറിന് ഒരു കുട്ടീന്റെ ചെലവ് കൊടുക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. അപ്പൊ അങ്ങനെ ഒരു കുട്ടീന്റെ ചെലവ് ഏകദേശം കണക്കാക്കിയിട്ട് അയാൾ കൊടുക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് നമുക്ക് വാങ്ങാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അല്ലാഹു തആല അതൊരു ബർക്കത്താണ്. എത്രയോ ആളുകൾ ഇങ്ങനെ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഒക്കെ നേർച്ച കൊണ്ടുത്തരും.
അങ്ങനെ ഒരു ബാബുണ്ട്, ഈ കോട്ടയം ഭാഗത്തുള്ള ഒരു ബാബു. ഇടയ്ക്ക് ഇങ്ങനെ എല്ലാം മുസ്ലിമുകളെ പറയാൻ എല്ലാം കയറി നേരത്തെ വാങ്ങിയിട്ട് കൊണ്ടുത്തരുവാണ്. അപ്പോ ഏതൊരു മുസ്ലിമിന്റെ സ്ഥലം, അതെ, അങ്ങനെ എത്രയോ ആളുകളുടെ നല്ല സൗഹാർദ്ദത്തിൽ ജീവിക്കുന്നവർ. അതല്ലേ ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ഇത് ആരോടും വർഗീയതയില്ല, അതുപോലെ തന്നെ ഭീകരതയില്ല, തീവ്രവാദമില്ല, അക്രമങ്ങളില്ല. അതാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ സുന്ദരമായ ഒരു പ്രസ്ഥാനമാണ് ഇസ്ലാം. ഇസ്ലാമിൽ അങ്ങനത്തെ ഒന്നുമില്ല, വൈരാഗ്യങ്ങളില്ല, വിദ്വേഷങ്ങളില്ല. നല്ല സമാധാനപരമായ ജീവിതം സമൂഹത്തിന് സമർപ്പിക്കുന്ന ആശയമാണ് ഇസ്ലാം. ആ ഇസ്ലാമിൽ നിന്ന് നമ്മൾ അകന്നതാണ് നമ്മളെ തെറ്റിദ്ധരിക്കാൻ കാരണം. അല്ലാഹു തആല നമുക്കൊക്കെ ഇസ്ലാം പരിപൂർണമായ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മളെ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു തആല മാപ്പ് തരട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹു. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحاب سيدنا ومولانا محمد. അർഹമുർറാഹിമീനായ റബ്ബേ, ഞങ്ങൾ ഓതിയതും ഞങ്ങൾ ചൊല്ലിയതും ഞങ്ങൾ സംസാരിച്ചതും ഇതുവരെ ഇവിടെ ഈ പരിപാടിയുടെ തുടക്കം മുതൽ ഇതുവരെ നടന്ന എല്ലാ പരിപാടികളും, ഞങ്ങളുടെ ദർസുകളും മദ്രസകളും പള്ളികളും സ്ഥാപനങ്ങളും സംരംഭങ്ങളും സംഘടനകളും എല്ലാം നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് തരുന്നതിന്റെ പുറമെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഉമ്മബാപ്പമാർ, ഉസ്താദുമാര്, ശിഷ്യന്മാര്, ഭാര്യമാര്, സന്താനങ്ങൾ, കുടുംബങ്ങൾ, ഭർത്താക്കന്മാര്, ജ്യേഷ്ഠാനുജന്മാര്, അമ്മാമന്മാര്, അതുപോലെ തന്നെ പിതൃ സഹോദരി സഹോദരന്മാര്, അങ്ങനെ തുടങ്ങി ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ, ഞങ്ങളെ സ്നേഹിച്ച ആരെല്ലാം മരിച്ചുപോയവരുണ്ടോ, ഞങ്ങളെ സ്ഥാപനങ്ങളെയും സംഘടനകളൊക്കെ സഹായിച്ച ആരൊക്കെ മരിച്ചുപോയവരുണ്ടോ, ഞങ്ങളെ സദസ്സിൽ നല്ല നീയത്തോടുകൂടി വന്നിരുന്ന് ഇൽമു കേൾക്കണമെന്ന് മനസ്സിലാക്കിയിരുന്നവർ ആരൊക്കെ മരിച്ചുപോയവരുണ്ടോ, ഞങ്ങൾക്ക് വാത് പറഞ്ഞു തന്ന ഏതൊക്കെ ആലിമീങ്ങൾ മരിച്ചുപോയവരുണ്ടോ, പടച്ചറബേ, ഞങ്ങളെ സ്നേഹത്തിന്റെ ബന്ധം മനസ്സുകൾ തമ്മിലുണ്ടായതിനു ശേഷം ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെ ഖബറിൽ ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം പോലെ ഒന്ന് നീ എത്തിച്ചു തരണം റഹ്മാനെ. അവരെ ഖബറുകളെ വിശാലമാക്കണം റഹ്മാനെ. അവരുടെ ജീവിതത്തിലോ ഞങ്ങളെ ജീവിതത്തിലോ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ ഏത് തെറ്റുകുറ്റങ്ങളുണ്ടോ മാപ്പാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഈ സദസ്സിലുള്ളവരും സ്റ്റേജിലുള്ളവരൊക്കെ പാവപ്പെട്ട എന്നെക്കാൾ എത്രയോ നല്ലവരായിരിക്കും. ഞങ്ങളൊക്കെ നിന്റെ സാധുക്കളായ അടിമകളാണ്. ഈ മഹത്തായ റജബ് മാസത്തിൽ നീ ഒരുപാട് ആളുകൾക്ക് ബർക്കത്ത് നൽകുമ്പോ ഞങ്ങൾക്കും ബർക്കത്ത് തരണേ റഹ്മാൻ. ഞങ്ങളെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ റഹ്മാനെ. റബ്ബേ, ഒരു സദസ്സിലും ഒരു സ്റ്റേജിലും വാത് പറയാനുള്ള യോഗ്യതയില്ല. നീ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനേ. ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മറന്നോ മനഃപൂർവമോ തടിയവക്ക് വഴിപ്പെട്ടോ ശൈത്താനിന് വഴിപ്പെട്ടോ ഞങ്ങളെ ജീവിതത്തിൽ ഏത് കാര്യങ്ങൾ നീ കൽപ്പിച്ചതൊഴിഞ്ഞു പോയോ, നീ വിരോധിച്ചത് സംഭവിച്ചു പോയോ, നിന്റെ മലായികത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, നീ അതറിഞ്ഞിട്ടുണ്ട്. നിന്റെ മുമ്പിൽ മൂടി വെക്കാനൊന്നും ഒരു കാര്യവും കഴിയില്ലോ. ഞങ്ങളെ ഏടുകളിൽ നിന്ന് നീ മയച്ചു തരണേ റഹ്മാനെ. ഞങ്ങളെ ഉമ്മബാപ്പമാരെ ഏടുകളിൽ നിന്ന് മയച്ചു കളയണേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ സ്നേഹിച്ചവർക്കും നീ മാപ്പ് നൽകണേ റഹ്മാന്. ഞങ്ങളാരെയും ദുന്യാവിലും ആഖിറത്തിലും ശിക്ഷിക്കരുത് റഹ്മാന്. അല്ലാ, ഞങ്ങൾക്ക് മഴയില്ല, കടുത്ത ചൂട് കൊണ്ട് ആളുകൾ ബുദ്ധിമുട്ടുന്നു അല്ലാ, വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്നു അല്ലാ. ഞങ്ങൾക്കെല്ലാം മാപ്പ് തരണേ അല്ലാ, ആവശ്യമുള്ള വെള്ളം തരണേ അല്ലാ. ഞങ്ങളൊക്കെ ചെയ്ത തെറ്റുകളാണ് മഴയില്ലാതിരിക്കുന്നതിന് കാരണമെങ്കിൽ റബ്ബേ, തെറ്റ് ചെയ്യാത്ത കന്നുകാലികളുണ്ടിവിടെ, ഉറുമ്പുകൾ ജന്തുക്കളുണ്ടിവിടെ, ചെറിയ പിഞ്ചുമക്കളുണ്ടിവിടെ. റബ്ബേ, ഞങ്ങൾക്ക് മാപ്പാക്കി അവകളുടെ കാരണം കൊണ്ട് വെള്ളം തരണേ അല്ലാ. അർഹമുർറാഹിമീനായ അല്ലാഹ്, ഞങ്ങൾക്കും ഞങ്ങളെ മുതഅല്ലിമീങ്ങൾക്കും ഞങ്ങളെ സന്താന പരമ്പരകൾക്കും നാഫിയായ ഇൽമിനെ ഏറ്റിത്തരണേ അല്ലാഹ്. മക്കളെ ആലിമീങ്ങളാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്, ഭാഗ്യം നൽകണേ അല്ലാഹ്.
ഞങ്ങളെ സർവ മക്കളെയും നന്നാക്കി തരണേ അല്ലാ. പടച്ച റബ്ബേ, പരീക്ഷ എഴുതിയ കുട്ടികളും എഴുതുന്ന കുട്ടികളും ഒക്കെയുണ്ട്. എല്ലാവർക്കും ഉന്നത വിജയം നൽകണേ അല്ലാ. റബ്ബേ, ഇവിടെ സർട്ടിഫിക്കറ്റ് കൊടുത്ത കുട്ടികളും അല്ലാത്ത കുട്ടികളും എല്ലാ കുട്ടികൾക്കും ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ച റബ്ബേ, വിദേശങ്ങളിൽ പോയി അധ്വാനിക്കുന്നവരുണ്ട്, ബിസിനസ് നടത്തുന്നവരുണ്ട്, നാട്ടിലെ ബിസിനസ്സുകളും തൊഴിലുകളും എടുക്കുന്നവരുണ്ട്, കൃഷി നടത്തുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്, ചികിത്സ ചെയ്യുന്നവരുണ്ട്, ഏത് മഈശത്തിന്റെ വഴിയിൽ കടന്നവരുണ്ടോ അവർക്കൊക്കെയും ഐശ്വര്യവും ബറക്കത്തും തൗഫീഖും വർദ്ധിപ്പിക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ നൽകണേ അല്ലാ. അല്ലാഹുവേ, ആൺകുട്ടികളെ കിട്ടേണ്ടവരുണ്ട്, പെൺകുട്ടികളെ കിട്ടേണ്ടവരുണ്ട്, നീ ഓശാരം കൊടുക്കണേ അല്ലാ. കടങ്ങളുള്ളവരുണ്ട്, ഞങ്ങൾക്കും വലിയ കടങ്ങൾ ഞങ്ങളെ ദീനീ സ്ഥാപനങ്ങൾക്കുണ്ട്. സർവ കടങ്ങളും നീ വീട്ടിത്തരണേ അല്ലാ. ഞങ്ങളെ നഫ്സിന് കടങ്ങളുള്ളവരുണ്ട്, നീ കടങ്ങൾ വീട്ടിത്തരണേ അല്ലാ. കടത്തോടെ മരിപ്പിക്കരുതേ അല്ലാ. വീടുകളിൽ ഗർഭിണികളുണ്ട്, നീ സലാമത്ത് നൽകണേ അല്ലാ. സുഖപ്രസവം നൽകണേ അല്ലാ. വയറ്റിലുള്ള കുട്ടികൾക്ക് ന്യൂനതയുണ്ടെന്ന് സ്കാൻ ചെയ്ത് റിപ്പോർട്ട് പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, ധൈര്യത്തോടെ നിന്റെ മേൽ തവക്കുലാക്കി ഹബീബായ നബിയുടെ ഉമ്മത്തുകളെ വയറ്റിലിട്ട് കൊല്ലുകയില്ലെന്ന് ഉറപ്പിച്ച ഉമ്മമാർക്ക് നല്ല ആരോഗ്യമുള്ള മക്കളെ കൊടുക്കണേ അല്ലാ. സുഖപ്രസവം നൽകണേ അല്ലാ. പടച്ച റബ്ബേ, വിസയുടെയും ഇഖാമയുടെയും തനാസുലിന്റെയും റിലീസിന്റെയും നിതാഖാത്തിന്റെയും ലൈസൻസിന്റെയും അങ്ങനെ 100 പ്രശ്നങ്ങളുള്ളവരുണ്ട്. എല്ലാ പ്രശ്നങ്ങളും വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും നീ പരിഹരിക്കണേ അല്ലാ. ഞങ്ങളെ മനസ്സിനെ അലട്ടുന്ന ഏത് വിഷയങ്ങളുണ്ടോ നീ ഏറ്റെടുത്ത് പരിഹരിക്കണേ അല്ലാ. റബ്ബേ, ഏത് ക്യാൻസറോ ട്യൂമറോ അൾസറോ പ്രഷറോ ഷുഗറോ ഹാർട്ടിനോ കിഡ്നിക്കോ കരളിനോ ശ്വാസകോശത്തിനോ തലച്ചോറിനോ ശരീരത്തിന്റെ ഏത് അവയവങ്ങൾക്കോ ഏത് വസ്തുവിനോ ചർമ്മരോഗമോ മാനസിക രോഗമോ മറ്റെന്ത് രോഗമോ ആർക്കുണ്ടോ ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകൾ ചെയ്തവർ സദഖ ചെയ്തവർ അവർക്ക് ബന്ധപ്പെട്ടവരാർക്കെന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളുടെ രോഗങ്ങളും നീ ശിഫ നൽകണേ അല്ലാ. പൂർണ്ണ ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ഈ സദസ്സിൽ വന്ന് അനുഗ്രഹിച്ച റഈസുൽ ഉലമ സുൽത്താനുൽ ഉലമ തുടങ്ങിയ ഞങ്ങളെ പണ്ഡിതന്മാർ സയ്യിദന്മാർ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ അവരെ സഹായിക്കുന്ന സഹകരിക്കുന്ന ഉമറാക്കൾ ബിസിനസ്സുകാർ തൊഴിലാളികൾ റബ്ബേ ഏത് രംഗത്തുള്ളവരുണ്ടോ എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഏറ്റിത്തരണേ അല്ലാ. പടച്ച റബ്ബേ, വിവാഹപ്രായമെത്തിയവർക്ക് ആണാകട്ടെ പെണ്ണാകട്ടെ ഹൈറായ ഇണകളെ നൽകണേ അല്ലാ. ഹജ്ജ് ഉംറ കരുതിയവർക്ക് സിയാറത്തിനടക്കം തൗഫീഖ് നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് എളുപ്പമാക്കണേ അല്ലാ. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകണേ അല്ലാ. ബിസിനസ്സുകളിലും മറ്റുമുള്ള പ്രശ്നങ്ങളും സാമ്പത്തിക മാന്യങ്ങളൊക്കെ നീ തന്നെ പരിഹരിക്കണേ അല്ലാ. ഞങ്ങൾ റസീവർമാർ ഓടി നടന്ന് പ്രവർത്തിക്കുമ്പോ അവരെ കൈകളിൽ നേർച്ചകളും സംഭാവനകളും ഒക്കെ കൊടുത്തേക്കുന്നവരും ഞങ്ങളെ കൈകളിൽ നേർച്ചകളും സംഭാവനകളും തന്നവരും റബ്ബേ സിറാജുൽ ഹുദയിൽ ഇവിടെ വന്നുകൊണ്ടിരിക്കുമ്പോ ടെലിഫോൺ ചെയ്ത് വളരെ അകലെ നിന്ന് വന്ന കോട്ടയം ആലപ്പുഴ ഭാഗത്തു നിന്ന് വന്നവർ അവർ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അവർക്കൊക്കെ ഏത് പ്രശ്നങ്ങളുണ്ടോ ആർക്കെന്ത് രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങളും ഞങ്ങളുടെ സംരംഭങ്ങളും ഞങ്ങളുടെ സദസ്സുകളും ഒക്കെ ദുആക്ക് ഇജാബത്തുള്ളതാക്കി തരണേ അല്ലാ. നീ തന്നെ നിഅമത്തുകൾ വർദ്ധിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ നന്ദി കേടുകൊണ്ട് ഞങ്ങളെ നിഅമത്തുകൾ ചുരുക്കരുതേ അല്ലാ.
ഞങ്ങളുടെ മനസ്സ് കിബ്റ്, ജിബ്രിയാ, ഹസദ് തുടങ്ങിയ രോഗങ്ങളില്ലാതെ ഖൽബ് ശുദ്ധിയാക്കണേ അല്ലാ. റബ്ബേ, നിന്റെ ഹബീബായ നബി തങ്ങളുടെ ഉമ്മത്തുകൾ രക്ഷപ്പെടണം. ഞങ്ങൾ അവരുടെ ദുആ കൊണ്ട് ഞങ്ങളും രക്ഷപ്പെടണം. ഞങ്ങളെല്ലാവരെയും ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തി തരണേ അല്ലാ. നിന്റെ ദീനിന്റെ ഇൽമ് മൂടിവെച്ചാൽ മറച്ചുവെച്ച പണ്ഡിതന്മാരെ ബില്ലുജാമിന്നാറ് തീക്കട്ട കൊണ്ടുള്ള ചങ്ങല കൊണ്ട് ചങ്ങലക്കിട്ട് ഈ നരകത്തിലിടുമെന്ന് ഞങ്ങൾ ഹദീസ് പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ മൂടിവെച്ചാൽ നിന്റെ ചങ്ങല പേടിക്കുന്നു അല്ലാ, നിന്റെ നരകം ഭയപ്പെടുന്നു അല്ലാ. ചിലർക്ക് ഞങ്ങൾ തെറ്റായ ത്വരീഖത്തുകളെ വിമർശിക്കുമ്പോ, തെറ്റായ ആശയങ്ങളെ വിമർശിക്കുമ്പോ അവര് പലതും വിളിച്ചു പറയുന്നവരുണ്ട്. റബ്ബേ, പഠിച്ച ഇൽമ് മൂടി വെച്ചിട്ട് നിന്റെ നരകത്ത് കിടക്കാൻ കഴിയൂലല്ലോ അല്ലാ. ഞങ്ങൾക്ക് ദീനിന്റെ ഇൽമിന്റെ പ്രചരണത്തിന് നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണേ അല്ലാ. അതിനാരോഗ്യം തരണേ അല്ലാ, അതിന് ദീർഘായുസ് തരണേ അല്ലാ. ഞങ്ങളെ വല്ലവരും തെറ്റിദ്ധരിച്ചെങ്കിൽ, അവരുടെ ഖൽബും ഞങ്ങളാരെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ ഞങ്ങളെ മനസ്സും നന്നാക്കി തരണേ അല്ലാ. അവസാനം നല്ലൊരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിന്റെ പേരും ഉച്ചരിച്ച് ഞങ്ങളുടെ എല്ലാ പ്രസംഗങ്ങളുടെയും ക്ലാസുകളുടെയും സംസാരങ്ങളുടെയും ഒക്കെ അവസാനത്തെ വാക്ക് നിന്റെ കലിമത്തു തൗഹീദാക്കി തരണേ അല്ലാഹ്. അവസാനം നിന്റെ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് ഈ താഴ്ന്ന കടിപിടിയുടെയും ദുന്യാവിന്റെ വാശിയുടെയും ലോകത്ത് നിന്ന് റബ്ബേ മുന്തിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. റബ്ബേ, പോകുന്ന യാത്രകളിലൊക്കെയും നിന്റെ സഹായം തരണേ അല്ലാ, നിന്റെ കാവൽ തരണേ അല്ലാ. ഞങ്ങളുടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നിന്റെ ദീനിനും നാട്ടിനും രാഷ്ട്രത്തിനും സുന്നത്ത് ജമാഅത്തിനും ഖൈറായവരുടെ കൈകളിൽ നീ ഭരണം കൊടുക്കണേ അല്ലാ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാ സ്ഥലത്തും SOS-ന്റെയും SSF-ന്റെയും മുസ്ലിം ജമാഅത്തിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ സജീവമാക്കണം. അള്ളാഹു നല്ല പ്രവർത്തനങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഈ ജമാഅത്തിനും ഈ മഹല്ലത്തിനും ഇതിന്റെ പരിസരങ്ങളിലുള്ള മഹല്ലുകൾക്കൊക്കെ അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.